Good morning, sir. Cindy teacher, good morning. Good morning. Good morning. ചേച്ചി നേരത്തെ വിളിച്ചു. Oh, ചേച്ചി നേരത്തെ എത്തിയ എന്റെ ബസ് ലേറ്റ് ഞാൻ നേരത്തെ എത്തി. എന്റെ ബസ് ലേറ്റ് ചെയ്തതാണ്. ഞാൻ ജുഹൈനെ നോക്കി. ജുഹൈനൊന്ന് ഒരു മിനിറ്റ് വൈകി. അങ്ങനെ പറഞ്ഞ ബസ് ലേറ്റ് ചെയ്തു. സാറ് വന്നു വിളിച്ചു. പറഞ്ഞു സാറുണ്ട്. തന്നെയല്ലല്ലോ. ആരും മിണ്ടുന്നില്ലല്ലോ. ആരും മിണ്ടില്ല. ഗുഡ് മോർണിംഗ്. ഓ ഗുഡ് മോർണിംഗ്. എന്താ വിശേഷങ്ങള്? നല്ല വിഷയം. സൂപ്പറാണോ? ഐഫോൺ ആരാണ്? ഐഫോൺ പേരൊക്കെ ഇട്ട് വരും. ബിസിനസ് മീറ്റിംഗ് അല്ലേ, നമുക്ക് അറിയണ്ടേ ആരാണ് വന്നിരിക്കുന്നത്, ആരാണ് അവിടെ ഉള്ളത് പറയണ്ടേ. ജസ്റ്റ് പേരൊക്കെ ഐഫോൺ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല. സോ പേര് പറ്റും. മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാറ്റിത്തരാം. പേര് പറഞ്ഞോ. ജുഹൈന പറയൂ. ജുഹൈന, ഞാനെന്റെ കാര്യങ്ങള് നല്ല കാര്യം. നല്ല കാര്യം. നല്ല കാര്യങ്ങളോ? എങ്ങനെയുണ്ട് നമ്മുടെ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലാസ്സുകൾ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് തോന്നുന്നത്? നമ്മുടെ ബിസ്റ്റോക്സിലുള്ള പോലെ തന്നെയാണോ? മാറ്റങ്ങളുണ്ടോ? അഭിപ്രായം നല്ല ചേഞ്ചസ് ഉണ്ട്. കണ്ടന്റിലാണോ, എന്റെ സ്വഭാവത്തിലാണോ? സ്വഭാവത്തിലും കണ്ടന്റിലും വ്യത്യാസമുണ്ട്. ഉണ്ടോ? സ്വഭാവം കൂടുതൽ മോശമായിട്ടുണ്ട്, കണ്ടന്റ് കൂടുതൽ നന്നായിട്ടുണ്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല, രണ്ടും മെച്ചപ്പെട്ടിട്ടുണ്ട്. മെച്ചപ്പെട്ടിട്ടുണ്ട്. സൈദിക്ക, രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താന്ന് പറയൂ? വെറുതെ രസല്ലേ, രാവിലെ ഒരു സുഖല്ലേ? അതെ അതെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറയൂ, രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കണം, സ്കില്ല് ഉണ്ടാക്കണം, ഡീറ്റെയിലും പ്രോസ്പെക്റ്റ് ഒക്കെ നടക്കും. ട്രെയിനിങ് പ്രോഗ്രാം കേൾക്കുമ്പോൾ നല്ല ഊർജം കിട്ടും, എനർജി കിട്ടും. ബിസിനസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നോളജ് കിട്ടും. അതിനാണ് ജോയിൻ ചെയ്യുന്നത്. ശരി, ഈ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് സൈദിക്ക എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയത്, ചെയ്യാൻ തുടങ്ങിയത്? പറയൂ. ചെയ്യാൻ തുടങ്ങിയത് ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ട്, ലക്ഷ്യം കാണാനുള്ള പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ട് നല്ല ഒരു ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യം പറഞ്ഞാല് ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ തുടർന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു പുഷപ്പ്, നല്ലൊരു മുന്നോട്ട് പോകാനുള്ള നല്ലൊരു ഊർജം കിട്ടുന്നുണ്ട്. അതിനൊക്കെ കുറച്ച് കൂടുതൽ അറ്റൻഡ് ചെയ്താലാണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ റിസൾട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നു. ശരി ശരി ശരി. ഇന്ന് എൻ്റെ എല്ലാവരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരമാവധി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. കാരണം ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോസിന്റെ എണ്ണം, ആളുകൾ വീഡിയോ ഓൺ ആക്കുന്നതിന്റെ എണ്ണം കുറവാണ്.
അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ പരിപൂർണമായിട്ടും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ ഇത് കിട്ടുള്ളൂ. മറ്റേത് ബെഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ട് ഒന്ന് ഇരുന്നിട്ട് ബാക്കിയുള്ള വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് പകുതി ശ്രദ്ധയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഇവിടെ നിങ്ങളുടെ അടുത്ത ദിവസം 5 ദിവസത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സെയിൽസ്, ഗോള്, ടാർഗറ്റ്, ഫോക്കസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെ ശ്രദ്ധിക്കണം ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഭാഗത്ത് ഇരിക്കുക. 1 മണിക്കൂർ നേരം നമ്മൾ രാവിലെ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന 1 മണിക്കൂറായിട്ട് ഇതിനെ കാണുക. വേറെ മറ്റുള്ള തിരക്കുകളും മറ്റുള്ള പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമുക്കുള്ള 1 മണിക്കൂറായിട്ട് ഇതിനെ കാണുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് വീഡിയോ ഓണാക്കുന്നവർ പോലും ഓണാക്കിയിട്ടില്ലെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്നാ തുടങ്ങിയാലോ? യെസ്. അപ്പൊ ഇന്നലെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചെന്ന് ആർക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഇന്നലത്തെ ക്ലാസ്സിന്റെ ബാക്കിയാണല്ലോ നമ്മൾ. എങ്ങനെ സെയിൽസ് എങ്ങനെ കൂട്ടാം? ഓക്കെ, സെയിൽസ് എങ്ങനെ കൂട്ടാം? നമ്മള് പ്രോസ്പെക്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ പ്രസന്റേഷൻ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ പ്രസന്റ് ചെയ്യണം നമ്മൾ. പിന്നെ ഓരോരുത്തരുടെ പ്രസന്റേഷനും കഴിഞ്ഞു. പ്രോസ്പെക്ടിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമുക്ക് സെയിൽസ് കൂട്ടാൻ എന്താണ് വഴി, അല്ലെ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാവരുടെയും പ്രശ്നം അതാണ്. ബിസിനസ്സിൽ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനത്തിന്റെ പേരാണ് എന്ത്? സെയിൽസ്. ഒരു സംശയമില്ല, അല്ലെ? അപ്പോ ഈ സെയിൽസ് കൂട്ടാൻ എന്തൊക്കെ വഴികളാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ സെയിൽസ് കൂട്ടാനുള്ള വഴികൾ പറഞ്ഞത്. ഉള്ള കാര്യങ്ങളെ മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഘടകം എന്നുള്ളതും. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്റ്റിംഗ് ആണ് ഏറ്റവും നല്ല വഴി. പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക, കൂടുതലായിട്ട് പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് നല്ല വഴി എന്നുള്ളതാണ്. അപ്പോ ഇന്നലെ ഇതിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നെ നമ്മുടെ നവീൻ സാറ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീജിത്തെ, പ്രോസ്പെക്റ്റിംഗ് ഒരു വലിയ ടോപ്പിക്കാണ്, നമുക്കതിനെ കൂടുതൽ ഡീപ്പായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ് പ്രോസ്പെക്റ്റിംഗ്. അത് 1 ദിവസം കൊണ്ടോ 1/2 ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ എഴുത്ത് തീർക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ജുഹൈന ചെയ്യുന്ന പ്രോസ്പെക്റ്റിംഗ് ടെക്നിക്സുകൾ അല്ല സിന്ധുലതയോ നിഷയോ അല്ലെങ്കിൽ സെയ്ദിക്കയോ ഷമീനയോ ഒക്കെ ചെയ്യേണ്ടത്. എല്ലാവരും പ്രോസ്പെക്റ്റിംഗ് ടെക്നിക്കുകൾ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ പ്രോസ്പെക്റ്റിംഗ് ടെക്നിക്കുകൾ പലരും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ ഇന്നലെ എന്നോട് നവീൻ ഭായി എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഷാജി ബ്രോഡ് 1000 ഡാറ്റ ലീഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഡാറ്റ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ എടുക്കണം? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ 1000 എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണ്, പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല, പ്യുവർലി എക്സിക്യൂഷൻ ആണ്. ഇപ്പൊ ഇന്നലെ സെയ്ദൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ കോണ്ടാക്റ്റിലാണ് ഞാൻ മാക്സിമം ആൾക്കാരോട് സംസാരിക്കാറുള്ളത്. ജുഹൈന ഓൾറെഡി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ പ്രധാനപ്പെട്ട കറന്റ്ലി ഉള്ള പ്രോസ്പെക്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തും, ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുന്നു, ആ അഡ്വർടൈസ്മെന്റിൽ ആളുകളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യേണ്ടത്? പ്രോസ്പെക്റ്റിംഗ് ചെയ്യേണ്ടത്. ഒന്നല്ല, ഒരുപാട് മോഡലിൽ, ഒരുപാട് രീതികളിൽ പ്രോസ്പെക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്സിമം ഡാറ്റാബേസ് കളക്ട് ചെയ്യാനും, അതായത് നമ്മുടെ പ്രോഡക്റ്റിനോട് താല്പര്യമുള്ളവരുടെ അല്ലെങ്കിൽ താല്പര്യപ്പെടാൻ ചാൻസ് ഉള്ളവരുടെ നമ്പറുകളോ ഡാറ്റകളോ നമുക്ക് കളക്ട് ചെയ്യാനും, ആ ഡാറ്റകളിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനും റിസൾട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു ഒറ്റ സെക്കൻഡ്.
ഇതാണ് സത്യം. അപ്പോ ബേസിക്കലി നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രോസ്പെക്ടിങ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ബിസ്റ്റോക്സിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ജുഹൈന എന്ത് ചെയ്യണം, ഷാജി ബ്രോ എന്ത് ചെയ്യണം, അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യണം. അത് ഒരു കോളിലോ ഒരു ഇതിലോ ഒതുക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല നമുക്ക്. ഓക്കെ, അപ്പൊ പ്രോസ്പെക്ടിങ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോസ്പെക്ടിങ് കൂട്ടുന്നതിലൂടെ നമുക്ക് സെയിൽസിൽ വർധന ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട, അതിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പ്രസന്റേഷൻ ആണ്. സെയിൽസ് പ്രസന്റേഷൻ, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളെ കുറിച്ച് തള്ളിക്കൊണ്ടിരിക്കും അല്ലെ. ഞാൻ ജുഹൈന, എന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, എന്റെ പ്രൊഡക്റ്റ് ഇതാണ്, എന്റെ പ്രൊഡക്റ്റ് എന്റെ എന്നാർത്തും കയർത്തും ദുരാചാരം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നാരായണത്ത് ഭ്രാന്തന്റെ കവിത കേട്ടിട്ടുണ്ട് നിങ്ങൾ? കേട്ടിട്ടുണ്ടാ? അതായത് ആ ഒരു കവിതയിൽ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാവരും അവനവന്റെ എന്നുള്ള കാര്യത്തിലേക്കാണ് എപ്പോഴും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആരായിട്ടാണ് നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്നെ കുറിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് തള്ളുകയാണെന്ന് വെച്ചോ, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര സുന്ദരനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ തള്ളി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഷാജി ബ്രോ മെല്ലെ ആദ്യം വീഡിയോ ഓഫ് ആക്കും. അത് കഴിഞ്ഞിട്ട് മെല്ലെ കുറച്ച് കഴിഞ്ഞാൽ ക്ലിങ് ഒരു സംഭവം കാണാം, ഷാജി ബ്രോ പോയി ലെഫ്റ്റ്. അത് കഴിഞ്ഞ് സുരേഷ് ഏട്ടൻ മുഖമൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വീഡിയോ ഓഫ് ആക്കും, ടിങ് പോയി. അതായത് ഞാൻ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്നെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ തന്നെ ഇവിടുന്ന് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഞാൻ ഇവിടെ എന്താ ചെയ്യണത്? സുരേഷ് ഏട്ടാ, ജുഹൈന, സിന്ധുലതേ, ഇങ്ങനെ ഓരോരുത്തരുടെ പേരും വിളിച്ച് ഓരോരുത്തർക്ക് വേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് ചെയ്യണം ചെയ്തിക്ക, നിങ്ങൾ അത് ചെയ്ത് എന്തൊക്കെ ചെയ്തിക്ക അങ്ങനെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേരും വിളിച്ച് നിങ്ങളെ സംസാരിച്ച് ഓരോരുത്തരെ കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ തോന്നുന്നത്. ആണോ? ഇത് തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമറോട് നിങ്ങൾ പറയേണ്ട കാര്യം. എന്താണ് സംഭവം? ഒരു കാര്യം മനസ്സിലാക്കുക, 18 വയസ്സ് കഴിഞ്ഞ അഡൽട്ട് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ മുന്നിലിരിക്കുന്നുള്ള ബോധം നമുക്ക് ആദ്യം വേണം. ദാറ്റ്സ് ക്ലിയർ? 18 വയസ്സ് കഴിഞ്ഞവനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഈ 18 വയസ്സ് കഴിഞ്ഞവന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ? അവന്റെ വിചാരം അവൻ വലുതായിരിക്കുന്നു, എന്നെ ഉപദേശിക്കാൻ ഇവിടെ ആരുമില്ല. 18 വയസ്സ് കഴിഞ്ഞ എന്നെ ഉപദേശിക്കാൻ ഇവിടെ ആരുമില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ഉപദേശം ഒന്നും കേൾക്കാൻ. 18 കൊല്ലമായിട്ട് ഞാൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അമ്മയുടെയും അച്ഛന്റെയും വീട്ടുകാരുടെ ഒക്കെ എല്ലാവരുടെ ഉപദേശം കേട്ടുകൊണ്ടാണ് വളർന്നത്. എനിക്ക് ഇനി ഉപദേശങ്ങളൊന്നും വേണ്ട, എനിക്കെന്ത് കിട്ടുമെന്ന് പറ. താൻ തന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്കെന്ത് കിട്ടും? താൻ ഇങ്ങനെ തള്ളിക്ക് വെച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്കെന്ത് കിട്ടും? ടെൽ മീ. ആ സമയത്ത് എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന സമയത്ത്, അവൻ ചിന്തിക്കുന്ന സമയത്ത് നമുക്കെന്ത് കിട്ടുമെന്ന് മനസ്സിലാലോചിച്ചിട്ട് നമ്മളെ കുറിച്ച് തള്ളിക്കൊണ്ടിരിക്കും. സെയിൽസ് പ്രസന്റേഷന്റെ ഏറ്റവും വലിയ പ്രശ്നത മനസ്സിലുള്ള കാൽക്കുലേറ്റ് ചെയ്യും. ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും. അവൻ അവിടെ ഓപ്പോസിറ്റ് ഇരിക്കണോ എന്താ ചിന്തിക്കണേ? അവൻ എന്ത് കിട്ടുന്ന, അപ്പൊ അവൻ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കണതായിരിക്കണം സെയിൽസ് പ്രസന്റേഷൻ. നിങ്ങളുടെ വീരവാദങ്ങളും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചുള്ള വീരവാദങ്ങൾ മുഴക്കലാവരുത് നിങ്ങളുടെ സെയിൽസ് പ്രസന്റേഷൻ. അത് തുടങ്ങിയാൽ, ആ വീരവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ മെല്ലെ നൈസായിട്ട് നിങ്ങളെ ഒഴിവാക്കും. ഫിസിക്കലി അവൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോ ഇപ്പൊ നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഫിസിക്കലി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ മെന്റലി അവൻ നിങ്ങളുടെ അടുത്തായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആദ്യത്തെ 7 സെക്കൻഡ് ഒരാളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു സെയിൽസുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന സമയമാണ്.
ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതാണ് ഞാൻ ഇത്രയും കാലം ഗൾഫിലായിരുന്നു, ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള യൂഷ്വൽ തള്ളുകളോ യൂഷ്വൽ കഥകളോ ഒന്നും അവിടെ താല്പര്യമില്ലാന്നേ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ടീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണ് സെയിൽസ് പ്രസന്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം ട്രെയിൻ ചെയ്യേണ്ട ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അവനെന്ത് കിട്ടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അവനെന്ത് കിട്ടുക എന്നുള്ളത്. ഞാൻ സുരേഷ് ഏട്ടൻ എന്നോട് സെയിൽസ് സ്റ്റാഫിന്റെ 1-2 ഇഷ്യൂസിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എന്നോട് വിളിച്ചിട്ടുണ്ട്. ഞാൻ സുരേഷ് ഏട്ടനോട് പറഞ്ഞു, സുരേഷ് ഏട്ടാ ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ എന്ത് അവന് കൂട്ടി കൊടുക്കാൻ പറ്റും, പൈസ ആയിട്ടാണെങ്കിലും എന്ത് തന്നെ ആയിട്ടാണെങ്കിലും നിങ്ങൾ അതങ്ങ് പറഞ്ഞാൽ മതി, അവൻ മുഴുക്കനാവും, നല്ല കുട്ടിയാവും എന്ന് പറഞ്ഞു. അതേ സംഭവമല്ലേ സുരേഷ് ഏട്ടാ സംഭവിച്ചത്? അതെ, അതന്നെ സംഭവിച്ചത്. സുരേഷ് ഏട്ടൻ ആകെ ഡൗൺ ആയിരുന്നു, അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ്, അയാൾ എന്താ ചെയ്യുക എന്നുള്ളത് അറിയോ ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെന്ത് കിട്ടും, അയാൾക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വല്ലതും അതിൽ കൂടുതൽ കയറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ബിസിനസിന്റെ കുറച്ച് കൂട്ടിയിട്ട് എത്ര ടാർഗറ്റ് കൊടുത്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടി തരാമെന്ന് പറയും. അവൻ മാറുന്നു പറഞ്ഞു. സുരേഷ് ഏട്ടൻ അതേപടി ചെയ്തു, കാര്യം മാറി. അത്രയുള്ളൂ. അത് നിങ്ങളുടെ എംപ്ലോയീസ് ആണെങ്കിലും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ സിന്ധുലത ജോലി ചെയ്യുന്ന ആളാണ്. സിന്ധുലതയോട് പറയാണ്, കമ്പനി പറയാണ്, അതെ നാളെ തൊട്ടിട്ട് എറണാകുളം ഓഫീസിലും കൂടി, നമ്മുടെ എറണാകുളത്ത് ഓഫീസ് നമ്മൾ തുടങ്ങുകയാണ്, എറണാകുളം ഓഫീസിൽ ആഴ്ചയിൽ 2 ദിവസം പോകണം, സിന്ധുലതയ്ക്ക് ഒരു 5000 രൂപ ഞാൻ കൂട്ടിത്തരാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി വൈകുന്നേരം വീടെത്തേണ്ട, വടക്കാഞ്ചേരി ബോർഡർ അല്ലെങ്കിൽ തൃശ്ശൂർ ബോർഡർ പോവാത്ത സിന്ധുലത നാളെ തൊട്ടിട്ട് എറണാകുളത്ത് പോവും. ഒറ്റ കാര്യം പറയുള്ളൂ, സാറേ വണ്ടിക്കൂലിയും കൂടി തരണം കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, ടീയെ തരാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുലത നാളെയും പോവും, നാളെ എറണാകുളത്ത് പോവും, ആഴ്ചയിൽ 2 ദിവസം എറണാകുളത്ത് പോവാൻ തയ്യാറാവും. ഇല്ലേ സിന്ധുലത? ഓ, ഇപ്പൊ പറയാണ് സിന്ധുലത നാളെ തൊട്ട് എറണാകുളം പോണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല സാറേ എന്ന് പറയും. എന്താ കാരണം? സിന്ധുലത കേൾക്കുന്നത് മുതലാളിക്ക് എന്തോ ഗുണമുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്, അതുകൊണ്ട് എനിക്കിതിൽ ഗുണമൊന്നുമില്ല. ആദ്യം പറയാണ് സിന്ധുലതോട്, അതെ ഒരു 5000 രൂപ കൂട്ടി കിട്ടുന്ന ഒരു കാര്യം പറയട്ടെ ഞാൻ. പറയൂ സാർ. നാളെ തൊട്ടിട്ട് അല്ലെങ്കിൽ ഈ ആഴ്ച തൊട്ടിട്ട് എറണാകുളത്ത് 2 ദിവസം സിന്ധുലത പോകണം. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് സിന്ധുലതയെ മാത്രമേ ഒന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റൂ. അപ്പൊ സിന്ധുലത ഒന്ന് പൊന്തും, ആഹാ കൊള്ളാം, 5000 രൂപയും കിട്ടും, ഞാൻ ഭയങ്കരമായിട്ട് പൊങ്ങുന്നു. ഇങ്ങനെയാണ് ഒരു കസ്റ്റമറോട് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു കസ്റ്റമറോട് നിങ്ങൾ സംസാരിക്കേണ്ടത്, നിങ്ങളുടെ സ്റ്റാഫിനോട് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ അടിമയല്ല. കസ്റ്റമർ എന്ന് പറയുന്ന ആള് നിങ്ങൾ പറയുന്ന എന്ത് വർത്തമാനം കേൾക്കാനിരിക്കുന്നവരല്ല. നമ്മൾ എപ്പോഴും സെർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആരെ? കസ്റ്റമറെ. അവനെന്ത് കിട്ടും അല്ലേ? നമ്മൾ അവന് ഒരു പെയിനിന്റെ സൊല്യൂഷൻ അല്ലേ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? വാട്ട് ഈസ് അവർ ഉത്തരവാദിത്തം? നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് ഒരു പെയിൻ ഉണ്ട്, ആ പെയിൻ ഒരു സൊല്യൂഷൻ കൊടുക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. എന്നാൽ ഈ കാര്യം നിർവഹിക്കാതെ നമുക്കിതുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു പ്രസന്റേഷൻ നടത്തുകയാണ്, നിങ്ങൾ ഒരാളോട് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്, സംസാരിക്കുകയാണ്, നിങ്ങളൊരു 15-20 മിനിറ്റ് നിങ്ങളെ കുറിച്ച് അങ്ങ് സംസാരിക്കുകയല്ല വേണ്ടത്. നോ, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. എന്താ ചോദ്യങ്ങൾ? ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കൊരു പ്രീ ഡിറ്റർമിൻഡ് മൈൻഡ് വെച്ചിട്ട് അതങ്ങനെയാണ്, നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ചിന്തിക്കരുത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50,000 രൂപ സ്പോട്ടിൽ എടുക്കാനുണ്ടാവുമോ?
ഞാൻ പറയുന്നു, അവന് യഥാർത്ഥ വേദനയുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ 50 അല്ല 1 ലക്ഷം രൂപ സ്പോട്ടിൽ പേ ചെയ്യാൻ തയ്യാറായിരിക്കും. ഷാജി ബ്രോ ഇന്ന് വരെ നടത്തിയ ഈവൻസില് യഥാർത്ഥ ആവശ്യക്കാരന് യഥാർത്ഥ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അവൻ എന്തെങ്കിലും പൈസ വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അവൻ അത് നെഗോഷിയേറ്റ് ചെയ്യാത്തത്? താങ്കളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് അവൻ നെഗോഷിയേറ്റ് ചെയ്യാത്തത്? അവന് ആ സാധനം അതേ ക്വാളിറ്റി തന്നെ വേണം. അവൻ ആ സാധനം ക്വാളിറ്റി തന്നെ വേണം. നമ്മൾ ആ സാധനം ഇന്നതാണ്, ഇത് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ ഹി വിൽ ബി ഹാപ്പി. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തിനാണ് ഇരുന്ന് കുറെ തള്ളുന്നത്? ഞാൻ വളരെ രസകരമായ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഡ്വർടൈസ്മെന്റ്സുകൾ പോകുന്നുണ്ട്. ആ അഡ്വർടൈസ്മെന്റ്സുകൾ പോകുമ്പോൾ ഞാൻ ഓരോരുത്തരോട് ഞാൻ പറയും, നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ചിലരിങ്ങനെ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞാൽ എനിക്ക് 100ഓളം ലീഡ്സാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 100ഓളം ലീഡ്സുകൾ ഞാൻ ഓരോരുത്തരെ എങ്ങനെ ഓർത്തു വെക്കും? അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും വേണ്ട, നിങ്ങളുടെ പരിചയപ്പെടുത്തൽ പോലും വളരെ സീരിയസ് ആയിരിക്കണം. കിട്ടുന്നത് 30 സെക്കൻഡ് സമയമാണെന്ന് വിചാരിക്കുക. ആ 30 സെക്കൻഡിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞായിരിക്കണം പരിചയപ്പെടുത്തുന്നത് പോലും. ഇന്നലെ വൈകുന്നേരം എന്നെ ഫാറൂഖ്ജി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാറൂഖ്ജി പറഞ്ഞു, ശ്രീ സാറെ കാര്യങ്ങളെല്ലാം ഉഷാറാണ്, പക്ഷെ ഒറ്റ കാര്യം. ഫാറൂഖ്ജി എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ, അവരുടെ ബിസിനസ് ബഡിയിലുള്ള ഫാറൂഖ്ജി വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ കാര്യം എന്താണ്, നമുക്ക് എല്ലാവരും പരിചയപ്പെടണം. ഇവരെ വരുന്നവരെല്ലാവരും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ, ഈ ഗ്രൂപ്പിനെ പരസ്പരം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ഇവിടെ തന്നെ കസ്റ്റമർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു ഇതിൽ നിന്ന് നമുക്ക് വേറൊരു സൊല്യൂഷൻ, ഒരു കസ്റ്റമർക്കുള്ള ഒരു സൊല്യൂഷൻ ചിലപ്പോൾ കൊടുക്കാൻ നമ്മളെ പറ്റുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. എല്ലാവരെയും പരിചയപ്പെടുത്തണം. ഞാനത് നിർബന്ധമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്താനുള്ള സെഷൻ വെക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തരും അവരവരെ കുറിച്ച് പരിചയം. ബിസിനസ്സുകാർ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇവിടെ വീഡിയോ ഓഫ് ആക്കിയിട്ടിരിക്കുന്നതല്ല ബിസിനസ്സുകാർ. വീഡിയോ ഓൺ ചെയ്തിരുന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എന്താ പേര് വിളിക്കുമ്പോൾ ഞാൻ വിപിന്റെ പേരെ വിളിക്കുള്ളൂ, സുരേഷ് ഏട്ടന്റെ പേരെ വിളിക്കുള്ളൂ, ഷാജി ബ്രോന്റെ പേരെ വിളിക്കുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചുള്ള വീഡിയോയിൽ വന്ന ആൾക്കാരെ മാത്രമേ ഞാൻ വിളിക്കാൻ കാണുന്നുള്ളൂ. മറ്റുള്ളവരവിടെ ഉണ്ടോന്ന് എങ്ങനെ എനിക്കറിയാം? ഞാൻ പലപ്പോഴും പേര് വിളിക്കുമ്പോൾ അവര് ഒരു ശബ്ദമില്ല, അൺമ്യൂട്ട് ചെയ്യുക പോലും ഇല്ല. എന്നിട്ട് പറയും, ഞങ്ങൾ വീട്ടിൽ തിരക്കാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും വീട്ടിൽ തിരക്കുള്ളവരാ. ഇനി സ്ത്രീകളല്ലേ, ബുദ്ധിമുട്ടല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് ഇവിടെ? ഇവർക്കൊന്നും ജോലി ഇല്ലാണ്ടാണോ? അല്ല. എവരിവൺ ഈസ് സീരിയസ്ലി ലുക്കിംഗ് ഫോർ ദ ബിസിനസ്. ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ബിസിനസ്സിനെ നിങ്ങൾ നോക്കിക്കാണേണ്ടത് കസ്റ്റമറുടെ വ്യൂവിലാണ്. കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കിക്കാണേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ വ്യൂവിലല്ല. കസ്റ്റമർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? അപ്പൊ നിങ്ങൾ എന്തറിയോ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് കസ്റ്റമറോട് സ്നേഹം കൂടുകയും കസ്റ്റമർക്ക് വേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. കറക്റ്റ് അല്ലേ? രാമേന്ദ്രേട്ടൻ പ്ലെയിൻ സോഡ മാത്രം വിറ്റുകൊണ്ടിരുന്ന രാമേന്ദ്രേട്ടൻ എന്തുകൊണ്ടാണ് ഫ്ലേവേർഡ് സോഡയിലേക്ക് മാറിയത്, അല്ലെങ്കിൽ അതും കൂടി കൊടുക്കാൻ തുടങ്ങിയത്? കസ്റ്റമർക്ക് അത് ഇഷ്ടമാണ്. പണ്ടൊരു ഗോൾഡ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ രാമേന്ദ്രേട്ടാ, ഓർമ്മയില്ലേ? ഓറഞ്ച് നല്ല വിലയായിരുന്നു അന്നല്ലേ? ഒരു പ്ലെയിൻ സോഡ, ജീരക സോഡ, ഗോൾഡ് സ്പോട്ട്. എങ്ങനെ? സത്യത്തിൽ നമുക്ക് അറിയില്ല, പക്ഷെ അത് മിനിയാന്ന് ഒരു സിനിമ കണ്ടില്ല, മറ്റേ ദുൽഖർ നിങ്ങൾക്ക് സൽമാൻ. ഗോൾഡ് സ്പോട്ട് അറിയില്ലേ മനുഷ്യ? അപ്പൊ എന്ത് പറയാണ്ട്? എനിക്കറിയില്ല. എന്റെ രാമേന്ദ്രേട്ടൻ അപ്പൊ എത്ര, നിങ്ങൾ ചെറിയ പ്രായ? ഞാനൊക്കെ അത്ര വയസ്സ് പറയാം, ഈ മേഖലയിലൊക്കെ അത്ര വയസ്സായിട്ട്. ഓ അങ്ങനെ. മറ്റു വയസ്സായി. അങ്ങനെ സിനിമ ദുൽഖർ സൽമാന്റെ പുതിയ സിനിമ ലക്കി ഭാസ്കറോ? ലക്കി ഭാസ്കർ പറയാം, എനിക്ക് ഈ ഒരു ഗോൾഡ് സ്പോട്ട് വാങ്ങി തന്നില്ല എന്ന് മറ്റേ കസ്റ്റമറോട് പറയും. കസ്റ്റമറുള്ള ഒരാളോട് പറയുമ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി നോക്കുമ്പോ ഇതിന്റെ ടീമാണെന്ന് പിന്നെ. ഗോൾഡ് സ്പോട്ട് പ്രീമിയം ഡ്രിങ്ക് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല. പ്രീമിയം ഡ്രിങ്ക് ആയിരുന്നു. അത് മാത്രമല്ല, അന്ന് ആ ഗോൾഡ് സ്പോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരിക്കും ഗ്യാസ് പുറത്തു വരുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇന്നത്തെ സോഡ കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല അല്ലെ? പക്ഷെ അന്ന് ആ സോഡ കുടിച്ചു കഴിഞ്ഞാൽ, ഗോൾഡ് സ്പോട്ട് കുടിച്ചു കഴിഞ്ഞാൽ, അത് കാലത്ത് എനിക്ക് തോന്നുന്നു എന്താ പറയാ, വൺ ഓഫ് ദ പ്രീമിയം ഡ്രിങ്ക്. അന്നത്തെ ഓറഞ്ച് സോഡ അതാണ്. ഓറഞ്ച് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മിറിണ്ട പോലെ, ഫാൻഡ പോലെയുള്ള അതാണ് ഗോൾഡ് സ്പോട്ട്.
അപ്പൊ ഞാൻ പറയുന്നത് കസ്റ്റമർക്ക് എന്ത് വേണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് പുളിയുള്ള സോഡയായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്തുകൊണ്ടാണ് ജീരക സോഡ വിറ്റ് പോകുന്നത്? ഒരു കാലത്ത് മധുരം ആളുകൾക്ക് ഇഷ്ടമുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുടിക്കുന്ന മധുരം. ഇങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനുണ്ടെങ്കിൽ മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കേണ്ടത് കസ്റ്റമറുടെ പ്രശ്നം എന്താണ് അത് കേൾക്കുക. എന്നെ വിളിക്കുന്നവരിൽ എനിക്ക് പലരും ഇവിടെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. എന്നെ വിളിക്കുന്നവരിൽ എല്ലാവരും മാക്സിമം ടൈം സംസാരിച്ച് ഫോൺ വെക്കുന്നവരാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം നിങ്ങളെ ലിസൺ ചെയ്യാനാണ് ശ്രമിക്കാറ്, എന്നിട്ടേ സൊല്യൂഷൻ പറയാറുള്ളൂ. ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ആദ്യമേ പറയും, ചിലർക്ക് പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ പറയും പിന്നെ അതേ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലാണ് വിപിന്റെ യഥാർത്ഥ പ്രശ്നം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. വിപിൻ പറയുമ്പോൾ വിപിൻ ചിന്തിക്കുന്നത് എനിക്കിതാണ് പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയാമെന്നാണ് വിപിൻ എന്നോട് തുറന്നു പറയാൻ നിൽക്കുന്നത്. പക്ഷെ അതായിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥ പ്രശ്നം. നമ്മളൊരു ചെടിയുടെ മുകൾ ഭാഗത്ത് മാത്രമേ ഉണക്കം അതിന്റെ പ്രശ്നം കാണുന്നുണ്ടായിരിക്കും, പക്ഷെ ചിലപ്പോൾ വേരിനായിരിക്കും പ്രോബ്ലം. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സെയിൽസിൽ നിങ്ങൾ പ്രസന്റേഷൻ നടത്തുമ്പോൾ ദയവ് ചെയ്തിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതൊന്ന്, നിങ്ങൾ സംസാരിക്കുന്ന ഓരോ പോയിന്റും കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂല്, കസ്റ്റമർ എന്താണോ ചിന്തിക്കുന്നത് അതിൽ സംസാരിക്കുക. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ഒരുപാട് ഇരുന്ന് തള്ളരുത്. കുറെ നിങ്ങൾ സംസാരിക്കുന്നതല്ല സെയിൽസ്. 20% ടോട്ടൽ 20% മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. എന്താ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? എന്താ? വി ആർ ഗിവിംഗ് എ സൊല്യൂഷൻ ഫോർ ദ കസ്റ്റമേഴ്സ് പെയിൻ. ആ പെയിന് സൊല്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥ വേദന എന്നുള്ളത് മനസ്സിലാവണം. അതിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാവൂ. ചോദ്യങ്ങൾ ചോദിക്കുക. 3-മത്തത്, നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആള് 18 വയസ്സ് കഴിഞ്ഞവനാണ്. അവനെ കൃത്യമായിട്ട് ഈ മാർക്കറ്റിനെ കുറിച്ച്, ഈ നാടിനെ കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ച് നോളേജ് ഉള്ള ആളായിരിക്കും. അവന്റെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മുടെ രാമേന്ദ്രേട്ടൻ പറഞ്ഞ ഗോൾഡ് സ്പോട്ട് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ രാമേന്ദ്രേട്ടൻ അത് ഗോൾഡ് സ്പോട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു മൊബൈലിൽ വെച്ചിട്ട്. അതായത് നമ്മുടെ മുന്നിലേക്ക്, എൻ്റെ മുന്നിലേക്ക് ഒരാൾ വരുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ പാസ്റ്റിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായ ബോധ്യം എൻ്റെ കസ്റ്റമർ അടുത്ത് ഉണ്ടാവും എന്നൊരു ധാരണ വെക്കുക. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നലെ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് പരസ്യമിട്ടു. അവിടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഷാജൻ. ഹെയർ ഓയിലിനെ കുറിച്ച് പരസ്യമിട്ടു. ഞാൻ സംസാരിച്ചു, പുള്ളിയോട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി കൊടുക്കുന്നത്, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഹെയർ ഓയിൽ? അപ്പൊ എന്നോട് ആദ്യത്തെ ഡയലോഗ്, ഇതൊരു ഹെയർ ഓയിൽ അല്ല സാറേ എന്നാ. അതെനിക്ക് കൊളുത്തി. അതൊരു ഹെയർ ഓയിൽ അല്ല. കാരണം എന്താ? നമ്മുടെ നാട്ടില് കഷണ്ടി മാറാൻ അല്ലെങ്കിൽ രോമം കിളിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ഹെയർ ഓയിലാണ്. ശരിയല്ലേ? അല്ലേ വിപിനെ? എല്ലാം ഹെയർ ഓയിൽ. ആ സമയത്ത് എന്നോട് ഒരാൾ പറയുകയാണ് ഇതൊരു ഹെയർ ഓയിൽ അല്ല, ഇത് പ്യുവർലി മുടി വളരാനുള്ള മരുന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത് പുള്ളി പറയുന്നത്, ഞാൻ അയച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് എന്റെ ഫോട്ടോ ആണ്. നമ്മളെന്താ സാധാരണ കാണുന്നത്? ഒരാള് പരസ്യം വെച്ചിട്ടുണ്ടാവും, തല എങ്ങനെ വെച്ചിട്ടുണ്ടാവും, പരസ്യം ഉണ്ടാവും, ഒന്ന് കഷണ്ടി ഉള്ളത്, ഒന്ന് കഷണ്ടി ഇല്ലാത്തത്. ഇതാണ് ഹെയർ ഓയിലിന്റെ പരസ്യം. പുള്ളി അതുപോലെ തന്നെ ഇരിക്കുന്നത്. പുള്ളി പറഞ്ഞ ഡയലോഗ്, അത് ഞാനാ സാറേ. അത് കിട്ടിക്കഴിഞ്ഞപ്പോ അതിന് മേലെന്താ? അതാണ് കസ്റ്റമർ അടുത്ത് നിന്ന് ശരിക്കും ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ,
അദ്ദേഹത്തിന് വളരെ കോൺഫിഡന്റ് ഉള്ള സാധനമാണ് എനിക്ക് തരുന്നത്. അദ്ദേഹത്തിന്റെ അസുഖം മാറിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പ്രശ്നം മാറിയിട്ടുള്ളതാണ് എനിക്ക് തരുന്നത്. സോ എനിക്കും ഇതിൽ സൊല്യൂഷൻ ഉണ്ടാവും. മറ്റേതെന്താണ്, എക്സ് ഓയിൽ, വൈ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓയിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഉണ്ട്. അതുപോലത്തെ ഒരു ഓയില്, എണ്ണ തേച്ച് കുളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തലയിൽ തേക്കാൻ പറ്റിയൊരു എണ്ണ. നമ്മൾ പലപ്പോഴും തേച്ച് നോക്കാം. കഷണ്ടി മാറാനല്ല നമ്മൾ എണ്ണ തേച്ച് നോക്കുന്നത്, തലയിൽ എണ്ണയെങ്കിലും തേക്കാലോ എന്നുള്ള രീതിയിലാണ്. ഇതൊരു മരുന്നാണ് സാറേ എന്ന് പറയുന്നിടത്താണ് അദ്ദേഹം എന്നെ പിച്ച് ചെയ്തത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അത്. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നമ്മൾ 3 പോയിന്റ് പറഞ്ഞത്. കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സംസാരിക്കണം, കസ്റ്റമറുടെ പെയിന് സംസാരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ബോധമുള്ളവനായിരിക്കാം. ആ ബോധ്യത്തിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് ബോധ്യപ്പെടാണ്ട് അവന് മനസ്സിലാവാതെ അവൻ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങില്ല. ആഷ്ലി അശോകൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചാണ്. കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ടീമിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ സംസാരിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷ്, ഒരാളടുത്ത് പോയിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടില്ല. എത്രയാ ഫീസ്? 10,000. ഒരു 2,000 രൂപ ഞാൻ തരും, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ആഷ്ലിയുടെ ചിന്തയിൽ എന്താണ്, ഇവൻ ഇംഗ്ലീഷ് പഠിക്കാൻ എല്ലാവരും പറയുന്നത് 2,000 രൂപ 3,000 രൂപയാണ് പുറത്തെ ഫീസ്. അപ്പൊ ഞാനും അതേ ചാർജ് ചെയ്യാം. അപ്പൊ എനിക്ക് മെസ്സേജ് വരും, ശ്രീജിത്ത് സാറേ അതേ ഓരോരുത്തർ പറയുന്നത് കോമ്പറ്റീഷൻ 3,000 എന്നാ പറയണത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും വിടരുത്, ആ പിടിച്ചേല് നിൽക്കണം, 2,000-ലേക്കും 3,000-ലും കുറയ്ക്കരുത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോവും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. അതേ അവൻ ക്ലോസ് ആയില്ല കേട്ടോ, സാരല്ല പോട്ടെ, അടുത്ത ആള് വരും. നമ്മുടെ മുന്നിലേക്ക് വരുന്നവന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനുള്ള സാധനമുണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അത് ആഷ്ലിക്ക് മനസ്സിലായപ്പോൾ ആഷ്ലി ഇപ്പോൾ 1 രൂപ കുറയ്ക്കുന്നില്ല. ഞാൻ കുറയ്ക്കില്ല, നീ വേണേ വേറെ പോയി പഠിച്ചു. ഞാൻ കൊടുക്കുന്ന ഈ കോഴ്സിന് ഇത്ര വില എനിക്ക് തരണം, ഞാൻ അതിനുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. എന്താണ്, 1 മണിക്കൂർ സമയം മാറ്റി വെച്ചിട്ട് 10-60 ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുക, എന്നിട്ട് 2,000 രൂപയെ മേടിക്ക് തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നമുക്കൊരു വിലയില്ലേ? അഷറഫ് ഖാ, താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അവൻ അവിടെ അങ്ങനെ കൊടുക്കുന്നു സാറേ, ഞാൻ എന്ത് ചെയ്യണം? ഗ്രീൻ ടെക്കാ അഷറഫ് ഖാടെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണ്, അവൻ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു? ഒരു ലിറ്റർ വെള്ളത്തിന്റെ വില എത്രയാ അഷറഫ് ഖാ? അക്വ ഇതിനോട് ബന്ധപ്പെട്ട ആളെ, 1 ലിറ്റർ വെള്ളത്തിന്റെ വില എത്രയാ? 20 രൂപ നോർമൽ. എന്താ വേർഡ് നോർമൽ? 1/2 ലിറ്ററിന് 70 രൂപ. 1/2 ലിറ്ററിന് 70 രൂപ എവിടെയാ? ഈ കേരളത്തില്. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ബാംഗ്ലൂർ ആണെങ്കിലും നിങ്ങളൊക്കെ ഇരിക്കുന്ന കേരളത്തിൽ ഹൈഡ്രജൻ വാട്ടറിനായാലും കൂടുതലുണ്ടാവും. അത് ഉറപ്പായിട്ടും ആൽക്കലൈൻ വാട്ടറിന് വില കൂടുതലാണ്, ഒക്കെ സംഭവം ശരിയാണ്. ഞാൻ പറയുന്നത് 70 രൂപയ്ക്ക് വില കിട്ടുന്നത് എവിടെ കിട്ടണ അറിയോ? ലുലു മോളില്. കഴിഞ്ഞ ദിവസം ഞാൻ ആഷ്ലിക്ക് ഓർമ്മയില്ല, ആഷ്ലി ഞങ്ങള് ലുലുവിലുണ്ടായിരുന്നപ്പോ ഞങ്ങൾ സംസാരിക്കുന്നത് കുറച്ച് വെള്ളം വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയപ്പോ 70 റുപ്പീസ് 1/2 ലിറ്റർ വെള്ളം. വേറെ എവിടെയും പോണ്ട. പണ്ട് 1/2 ലിറ്റർ വെള്ളത്തിന് 70 രൂപ എന്ന് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഹാലളകും അല്ലേ? ഇന്നോ? കഴിഞ്ഞ ദിവസം ഞാനും വാങ്ങി കുടിക്കും. ഇപ്പൊ നമ്മൾ വാങ്ങാൻ കുടിക്കും, അല്ലാണ്ട് എന്താ? നമുക്ക് പ്രധാനം എന്താണ്? ദാഹമാണ് പ്രധാനം, അല്ലാണ്ട് സാധനത്തിന്റെ വിലയല്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നു 70 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല സാധനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സാധാരണ നീല കളറിലും പച്ച കളറിലും കിട്ടുന്ന കുപ്പിയല്ല നമുക്ക് കിട്ടുന്നത്, മഞ്ഞ കളറിലുള്ള കുപ്പിയാണ്, മഞ്ഞ ലേബലിലുള്ള കുപ്പിയാണ്. അപ്പൊ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ എന്തോ ഒരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്യും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലെ? അവിടെ ഇരിക്കുന്ന ഹിന്ദിക്കാരൻ ഇത് നല്ല വെള്ളമാണ്, 70 രൂപയാണെങ്കിൽ നല്ല വെള്ളമാണെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്, എന്ത്? ഇത് വ്യത്യാസമാണ്. കാരണം സാധാരണ ഞാൻ നീല കളറുള്ള കവർ ആണ് കാണാറുള്ളത് അല്ലെ?
അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് അക്വാ കളർ. ഇത് മഞ്ഞയാണ്, അപ്പൊ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് നമ്മളങ്ങ് സ്വയം വിശ്വസിക്കാൻ. നീ ഒരു ചായക്ക് പണ്ട് നമ്മൾ തമാശയ്ക്ക് പറയുമായിരുന്നു, രാമേന്ദ്രേട്ടനൊക്കെ ഓർമ്മ ഉണ്ടാവും, 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ചായക്ക് 150 രൂപ അത്ര വില. ഇല്ലേ രാമേന്ദ്രേട്ട, പണ്ട് പറയില്ലായിരുന്നു 5 സ്റ്റാർ ഹോട്ടലില്. എന്തിന് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോണത്? സിനിമാ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പോയപ്പോ ഒരു കാപ്പിക്ക് 250 രൂപ. എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസിന്റെ മുകളിൽ കുറച്ച് പത കൂടുതലുണ്ടാവും, നല്ലോണം പതപ്പിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. മധുരം നമ്മൾ ഇടണം, അതായത് കവർ തരും പഞ്ചസാരയുടെ, അത് നമ്മൾ കീറിയിടണം. മധുരം ഇളക്കണം നമ്മളാണ്, അവസാനം കുടിക്കണം നമ്മളാണ്, എന്നിട്ട് പറയണ 250 രൂപ. ഒരു കാലത്ത് കോസ്റ്റ്ലി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ നിത്യ ഉപയോഗത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? കസ്റ്റമറുടെ പെയിൻ എവിടെയാണ്? കാരണം ഈ സിനിമാ തിയേറ്ററിൽ, മാളുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ചായ വാങ്ങിയിട്ട് കുടിക്കാൻ പറ്റില്ലെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അവിടെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ചെയ്യുന്നത് ആണോ? ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. അതിന് ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച്, ഇന്നലെ എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇന്നലെ അതിന് ശേഷം ഞാൻ എപ്പോഴും റിവ്യൂ ചെയ്യും നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്, നമ്മൾ പറഞ്ഞത് എങ്ങനെയുണ്ട്. അപ്പൊ ഒന്നും കൂടി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഴിഞ്ഞ ദിവസം അഷ്റഫ് ഖാനോട് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. മറ്റവൻ എന്തോ ചെയ്തോട്ടെ അഷ്റഫ് ഖാൻ, നമുക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്താ കൊടുക്കുന്ന സർവീസ്, ആ സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ ഓക്കെ ആണോ? അതെ, എങ്കിൽ നിങ്ങൾ 1 രൂപ കുറയ്ക്കരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതായിരിക്കണം സെയിൽസ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. അവിടെ ഷാജി ബ്രോ എങ്ങനെ വ്യത്യസ്തമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഷാജി ബ്രോയോട് ഒരിക്കലും പറയില്ല നിങ്ങൾ റേറ്റ് കുറച്ച് വെക്കണം എന്ന്, ഒരിക്കലും പറയില്ല. കാരണം റേറ്റ് കുറച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ യു ആർ കോംപ്രമൈസിങ് ഓൺ യുവർ ക്വാളിറ്റി. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്കുള്ള യഥാർത്ഥ വാല്യൂ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ പണ്ട് ബിസിനസ് ബഡി എന്നൊക്കെ പറയുന്ന ആദ്യത്തെ പ്രോഗ്രാം, ആദ്യം ബിസിനസ് ബഡി ഞാൻ ഇൻട്രൊഡ്യൂസ് സമയത്ത് 7500 രൂപയാണ് ചാർജ് ചെയ്തിരുന്നത്. ആഷ്ലിയൊക്കെ എൻ്റെ ഒപ്പം ആദ്യം ഉണ്ടായിരുന്നതാണ്. 7500 രൂപയെ. ഈ 7500 രൂപ എടുത്തിട്ട് ഞാൻ 1 വർഷം സർവീസ് കൊടുക്കണമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഈ ക്ലയന്റ് ഇരിക്കുന്നിടത്തേക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ച് പോവേണ്ട കാശ് പോലും എനിക്ക് മുതലാവുന്നില്ല അതിന്. ഇന്ന് ഞാൻ 50,000 ചാർജ് ചെയ്യുന്നത്. എന്താ വ്യത്യാസം? ഒരൊറ്റ വർഷത്തെ വ്യത്യാസമുള്ളൂ. 50,000 രൂപ ചാർജ്. പക്ഷെ എനിക്ക് അവിടെ കയറി ചെല്ലുന്ന സമയത്ത് കസ്റ്റമർക്ക് 100% സർവീസ് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം തന്ന പൈസ എനിക്ക് മുതലാണ്, അദ്ദേഹത്തിന് മുതലാക്കണം. അതെനിക്ക് വാശി. അവർക്ക് 1 വർഷത്തെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ് പറയാൻ അവർ വരുന്നത് എൻ്റെ അടുത്ത്, ഇൻഡിവിജ്വലി 1 to 1 പറയാൻ അവർ എൻ്റെ അടുത്ത് വരുന്നത്. ആ സമയത്ത് ഞാൻ അയ്യോ ഇനിയിപ്പോ തിരിച്ചു പോകാൻ ഊബറിന് കൊടുക്കാൻ കാശില്ലല്ലോ, ബൈക്ക് എടുത്ത് വന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ നമ്മളെ കുറിച്ചല്ലേ ചിന്തിക്കൂ. അവന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമുക്ക് പറ്റുമോ? മറിച്ച് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കിതൊന്നും പ്രശ്നമല്ല. നമുക്ക് ഊബറോ ഇനിയിപ്പോ ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ട കേസാണെങ്കിൽ നമ്മൾ എടുത്തു പോകും എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, കസ്റ്റമറെ നിങ്ങൾ അവന്റെ പോയിന്റ് ഓഫ് വ്യൂല്, അവന്റെ ഷൂസിൽ, അങ്ങനെ പറയാം, അവന്റെ ഷൂസിന്റെ ഉള്ളിൽ നിങ്ങൾ കാണാൻ തയ്യാറാവണം. അവന് എന്താണോ വേണ്ടത് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നതായിരിക്കണം നിങ്ങളുടെ സെയിൽസ് പ്രസന്റേഷൻ. അല്ലാതെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചറിനെ കുറിച്ചും ഒരുപാട് സംസാരിക്കരുതെന്നല്ല. നമ്മുടെ പ്രസന്റേഷൻ എപ്പോഴും FBA ബേസ്ഡ് ആയിരിക്കണം. എഫ് മീൻസ് ഫീച്ചർ, ബി മീൻസ് ബെനിഫിറ്റ്, എ മീൻസ് അഡ്വാൻറ്റേജ്. FBA. അതിൽ ആദ്യം നിങ്ങൾ പറയേണ്ടത് അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. പിന്നെ നിങ്ങൾ അതിന്റെ ആ അഡ്വാൻറ്റേജ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കമ്പനിയുടെ ഫീച്ചറും അതിന്റെ യൂഷ്വൽ ബെനിഫിറ്റും, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഉദാഹരണമായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, പെട്ടെന്ന് എനിക്കറിയാവുന്ന. ഇപ്പൊ അഷ്റഫ് ഖാന്റെ തന്നെ എടുക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് പറയുക അഷ്റഫ് ഖാൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. അൺമ്യൂട്ടാണ്. പ്യൂരിഫയർ, അതായത് വീടുകളിൽ ഫിക്സ് ചെയ്യുന്ന പ്യൂരിഫയർ അല്ലെ? ഓക്കെ. ഈ പ്യൂരിഫയറിൽ നിങ്ങളുടെ പ്രത്യേകത എന്താണ്?
ക്വാളിറ്റി തന്നെ പിന്നെ നല്ല കമ്പനിന്റെ അഷഫക്ക ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഞാൻ ഇപ്പൊ എത്ര നേരം പറഞ്ഞില്ലേ, അഷഫക്കന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ മാറ്റി പിടിക്കാന്ന് പറഞ്ഞില്ലേ. ആ എന്താ നിങ്ങൾ കസ്റ്റമറോട് പറയാൻ പോകുന്നത് തുടക്കത്തിൽ? ഇന്നൊരു കസ്റ്റമറോട് പറഞ്ഞു, ആ നിങ്ങൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ ഒരു കസ്റ്റമർ ഇന്ന് വന്നിരുന്നു. അപ്പൊ പിന്നെ വീട്ടിൽ ഇങ്ങനെ ഇടക്കിടക്ക് അസുഖങ്ങൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചത്. ആ കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് ഇടക്കിടക്ക് ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ പറഞ്ഞ വെള്ളത്തിൽ ബാക്ടീരിയ കണ്ടന്റും അമോണിയ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ അത് മാറ്റാന് നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിൽ പ്യൂരിഫയർ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി. പണ്ടെങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് നമ്മളെ സാധനം അങ്ങനെയാണ്, ഇത്ര ക്വാളിറ്റിയാണ്, ഇങ്ങനെ വലിയ കമ്പനിയാണ് തള്ള അല്ലേ. ആദ്യം തള്ളായിട്ട് പറഞ്ഞിരുന്നത് നമ്മളെ കുറിച്ച് ഇങ്ങനെ കമ്പനിയെ കുറിച്ച് ഇങ്ങനെ വലുത് പൊക്കി പറയും. അതിപ്പോ കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. കസ്റ്റമർ അവനെ പൊക്കാനാ, അവനെ സ്വയം പൊക്കാനാ വന്നിരിക്കണം. ആ സമയത്ത് നിങ്ങളെ തല്ലി പറഞ്ഞാൽ തല്ലി പൊക്കി വെച്ചല്ലോ, അത്രേ ഉള്ളൂ. ആ സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നിങ്ങൾ ഇനി ക്വാളിറ്റി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കേണ്ട. നമ്മുടെ നാട്ടിലെ ചീപ്പ്, ക്വാളിറ്റി ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരങ്ങോട്ട് കുളമാക്കി വെച്ചു. ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ ക്വാളിറ്റി എന്ന് കേൾക്കുമ്പോ മറ്റേ കേട്ടിട്ടുണ്ട് എന്നുള്ളതാ വരിക. ക്വാളിറ്റി അല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞു കൊടുക്കുക. ഇന്നതാണ് പ്രശ്നം, ഇന്ന സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ആ വേർഡേ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ വേർഡിന് പകരം അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? അതാണ് സെയിൽസ് പ്രസന്റേഷൻ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ചോദിക്കാം, എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ സെയിൽസ് പ്രസന്റേഷനിലേക്ക്, മോഡലിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സംസാരിക്കാം. അല്ലെ പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അടുത്ത ടോപ്പിക്കിലേക്ക് കയറിയാൽ പിന്നെ എന്നെ ചോദിച്ചിട്ട് കാര്യമില്ല, ആർക്കും ചോദിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയുക. നമ്മള് അവോയ്ഡ് ചെയ്യേണ്ട ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് പറയോ? ക്വാളിറ്റി, ചീപ്പ്, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ടാവുമല്ലോ. ഡിസ്കൗണ്ട്. ഓക്കെ. ഇങ്ങനത്തെ വർക്കുകളൊക്കെ കുറച്ച് ഉപയോഗിക്കാം. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കരുത്. നോ ഡിസ്കൗണ്ട്സ്. ജീവിതത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കരുത്. നിങ്ങൾ ഓഫർ കൊടുത്തോളൂ, ഡിസ്കൗണ്ട് കൊടുക്കരുത്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഓഫർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ യഥാർത്ഥ വിലയിൽ നിന്ന് കുറച്ച് വില കുറച്ചിട്ടാണ്. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മൾ യഥാർത്ഥ വില ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒറിജിനൽ വില ഉണ്ടായിരിക്കും. ആ ഒറിജിനൽ വിലയിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടാ. ശരിയല്ലേ? ഷാജി ബ്രോ പറയുന്ന ഇപ്പൊ 1 ലക്ഷം രൂപ എനിക്ക് ചെലവുണ്ട് സാർ എന്ന് പറയുമ്പോൾ അവര് ഡിസ്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷമാണ് നിങ്ങൾ ശരിക്കിട്ടിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ റേറ്റ്. നിങ്ങളൊരു 5000 കുറച്ച് കൊടുത്താൽ നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നാണ് പോകുന്നത്. ശരിയല്ലേ? നമ്മൾ ഈ കച്ചവടം നടത്തുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് ഡിസ്കൗണ്ട് എന്നുള്ള വാക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്കൗണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത്. നിങ്ങൾ ഓഫർ വെച്ചോളൂ. നിങ്ങളൊരു സ്പെഷ്യൽ ഓഫർ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ഡിസംബർ ആണ്, ഇയർ എൻഡ് ഓഫർ, ക്രിസ്മസ് ഓഫർ, ന്യൂ ഇയർ ഓഫർ, ഇങ്ങനത്തെ ഓഫറുകൾ വെക്കാം. പക്ഷെ ഒരിക്കലും ഡിസ്കൗണ്ട് കൊടുക്കരുത്, കുറച്ച് കൊടുക്കരുത് വില. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു 500 രൂപ കുറയ്ക്കാം, 1000 രൂപ കുറയ്ക്കാം, അതൊന്നും കുറയ്ക്കരുത്. ഞാൻ നിങ്ങൾക്കും എനിക്കും പറ്റുന്ന വില ഇട്ടിട്ടുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവണം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കസ്റ്റമർ ഡിസ്കൗണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവനൊന്ന് എറിഞ്ഞു നോക്കണതാ. വല്ലതും കുറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ. ഇന്നലെ ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു. ആദ്യം ഓട്ടോക്കാരൻ പറയുന്നു എത്ര രൂപയോ ചോദിച്ചപ്പോൾ 120 രൂപ. അപ്പൊ ഇനി പൈസ കുറഞ്ഞാലോ, ഓട്ടോക്കാരൻ കൂടുതലാ പറഞ്ഞു കഴിഞ്ഞിട്ട് മീറ്റർ ഇടണം എന്ന് പറയണം. മീറ്റർ ഇട്ട് നോക്കുമ്പോൾ 140 രൂപ വന്നു. അപ്പൊ പറയാണ് 120 അല്ലേ നീ പറഞ്ഞു, ഞാനത് തരാം. ഓട്ടോക്കാരൻ സമ്മതിക്കുമോ? ഒരു 10 കുറയ്ക്കടോ എന്നാ പറയണത്. അങ്ങനത്തെ ആൾക്കാരാണ്. കുറയ്ക്കാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്, കുറയുമെന്ന്. അത് ഓരോരുത്തരുടെ സ്വഭാവം. പ്രത്യേകിച്ച് ഞങ്ങളുടെ മലബാർ ഏരിയയിലേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേട് ഞങ്ങൾക്ക് ഉണ്ട്. അതൊരു സ്വഭാവമാണ്. തിരുവിതാംകൂറുകാരൊക്കെ അങ്ങനെ പ്രശ്നമില്ല, ഞങ്ങളൊക്കെ കാശുകാരാണ്. ഞങ്ങൾ മലബാറുകാർ 10 രൂപ കുറച്ച് കിട്ടിയാൽ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പൊ ചോദിക്കണേ ചെയ്യും.
ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻസ് വരട്ടെ. ചോദ്യങ്ങൾ വരട്ടടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ചോദ്യങ്ങൾ. ഞാനൊരു കാര്യം പറയും, ഈ കൺസൾട്ടേഷനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത് 1000-ങ്ങളും 10,000-ങ്ങളുമാണ്. ആ സമയത്ത് അവസരം കിട്ടിയിട്ട് ഇവിടെ മിണ്ടാതിരിക്കുക. ഓഫർ ഏത് രീതിയിലാണ് കൊടുക്കുക, എങ്ങനെയാണ് ഓഫർ കൊടുക്കുക എന്ന് പറയാം. ഓഫറോ? നിങ്ങളിപ്പോ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ടോ? ഡിസ്കൗണ്ട് കൊടുക്കാറില്ല. ഇല്ല. നിങ്ങൾ എക്സാക്ട് റേറ്റാ കൊടുക്കല്? എക്സാക്ട് റേറ്റാ കൊടുക്കുക. ഓക്കെ, ആ എക്സാക്ട് റേറ്റ് എങ്ങനെ നിങ്ങൾ ഇടല്? നമ്മളൊരു മാർജിന് 40% ഇടും. മാർജിന് 40% ഇടും. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ട് കൂട്ടും, എന്നിട്ട് അങ്ങോട്ട് ഇടും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ഹാപ്പി ആവോ? അപ്പുറത്തൊരുത്തൻ ഓഫർ വെച്ചിട്ടാ വരുന്നത്. അവൻ പറയുന്നത് ക്രിസ്മസ് ഓഫർ എന്ന് കണ്ടിട്ടാണ് അവൻ അപ്പുറത്തെ കടയിലേക്ക് പോകുന്നത്. നിങ്ങൾ പറയുന്നു ഒരു ഓഫറും ഇല്ല സാറേ. ഡിസ്കൗണ്ട് ഓഫർ എന്താന്ന് ഇടാന്നുള്ളതാണ് പ്രശ്നം. അതെ, അതിനൊരു കാര്യം ചെയ്താൽ മതി. ഈ ഓഫറുകൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യം, നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓഫർ എന്ന് പറയുന്നത് കസ്റ്റമറെ നമ്മളിലേക്ക് ഹുക്ക് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമാണ് എന്ത് ഓഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ. അതായത് കസ്റ്റമർക്ക് സെല്ല് ചെയ്യാനല്ല, കസ്റ്റമറെ കൊണ്ടുവരാൻ. ഈ ഓഫർ വെക്കുന്ന എന്തിനാണ്? അവന്റെ മനസ്സിൽ 2-3 കാര്യങ്ങളിലാണ് ആളുകൾ എപ്പോഴും ഓഫറിൽ വീഴുക. ഒന്ന്, നിങ്ങൾക്കൊരു സാധനം വാങ്ങുമ്പോൾ വേറൊരു സാധനം ഒപ്പം കിട്ടുന്നു. അപ്പൊ അവൻ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ഇത്, 50 രൂപയ്ക്ക് അത് രണ്ടും കൂടി എനിക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നു. 50 രൂപയുടെ സാധനം കൂടി എനിക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നു. ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്? നമുക്ക് സംതിങ് ഫോർ നത്തിങ് എന്നുള്ളതാണ്. സംതിങ് ഫോർ നത്തിങ്. അതായത് നമ്മൾ ആ ഒരു സാധനം അഡീഷണൽ കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് വാങ്ങുന്ന ആൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും, അവൻ വാങ്ങാൻ സാധ്യത കൂടുകയും ചെയ്യും. ഇപ്പൊ കോംബോ ഓഫറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? 2 എണ്ണം ഒരുമിച്ച് വാങ്ങുമ്പോൾ ഇത്ര പെർസെന്റേജ് ഫ്രീ, 50% ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ഇത് ഓഫറാണ്, മാർക്കറ്റിംഗ്. അതായത് ആളെ കൊണ്ടുവരാൻ, അത് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കലാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ 20% ഓഫർ, 30% ഓഫർ എന്ന് നമ്മൾ പറയുന്നത്. ഓഫർ വളരെ സിമ്പിൾ ആണ്. നിങ്ങളിപ്പോ 40% കൂട്ടിയിട്ടിട്ട് യഥാർത്ഥ പ്രൈസിന് കൊടുക്കുന്നു, നിങ്ങൾ 60% കൂട്ടിയിട്ട് 20% ഓഫർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ 40% ഓഫർ നിങ്ങൾ, അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. 40% കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എക്സാക്ട് പ്രൈസിന് നിങ്ങൾ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രയും വളരെ എന്താ പറയാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഉദാഹരണമായിട്ട് ബെൻസിന്റെ കാർ ഷോറൂം പോയിട്ട് നമ്മൾ വില കുറയ്ക്ക് എന്ന് പറയുമോ? ഇല്ല. ഇന്ന് മാരുതിരയിൽ പോയിട്ട് നമ്മൾ ഇനി എന്താ കുറയുക ചോദിക്കുകയും ചെയ്യും. ശരിയല്ലേ? ശരിയാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു ക്വാളിറ്റി അതാണ്. ബെൻസിന്റെ ഓഫറുകൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മാരുതിക്ക് സ്ഥിരമായിട്ട് ഓഫറുകൾ ഉണ്ടാവും. ടീച്ചേഴ്സിന് ഓഫർ 1000 രൂപ കുറയും. ടീച്ചർമാർ വന്ന് കാർ വാങ്ങിയാൽ 1000 രൂപ കുറയും. വിപിന് പറഞ്ഞുതരാൻ പറ്റും, വിപിൻ അതിലുണ്ടായിരുന്നതാ. പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു വിപിനെ ഓഫറുകൾ? ഞാൻ അൺമ്യൂട്ട് ചെയ്തുതരാം, പറ. അതായത് സർക്കാർ ജീവനക്കാർക്ക് 5000 രൂപ മൊത്തത്തിലൊരു ഓഫർ ഇടും. ഒരു 1,00,000 രൂപയോ അതല്ലെങ്കിൽ ഒരു 70,000 രൂപ 80,000 രൂപ ഓഫർ ഇടും. അതില് ശരിക്കും ആ കസ്റ്റമർക്ക് കിട്ടുക മാക്സിമം പോയി കഴിഞ്ഞാൽ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക 5000 രൂപ കിട്ടും. അതുപോലെ തന്നെ ആ സർക്കാർ ജോലിക്കാരനാണെങ്കിൽ ഒരു 5000 രൂപ കിട്ടും. ഒരു 10,000 രൂപയുടെ ഉള്ളിൽ 1,00,000 രൂപ ഓഫർ കിട്ടുള്ളൂ ആക്ച്വലി. പക്ഷെ അത് കസ്റ്റമർ ആക്ച്വലി ഹാപ്പി ആയിരിക്കും. കുറഞ്ഞു വരുമ്പോഴേ ഇൻഷുറൻസിന്റെയും മറ്റുള്ളതിലൊക്കെ കുറച്ച് കുറയുന്നുള്ള തോന്നും. കുറയുന്നൊന്നുമില്ല. ഞാൻ കാർ വാങ്ങുമ്പോൾ എനിക്ക് വൈഫ് സാധാരണ ജീവനക്കാരി ആയതുകൊണ്ട് 10,000 രൂപ കുറച്ച് കിട്ടി. അതുകൊണ്ട് ഭാര്യയുടെ പേരിലല്ലേ നിങ്ങൾ കാർ വാങ്ങിയത്? ആണാ? അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാര്യ സഹകരണ വകുപ്പിലാന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇട്ടുന്ന ഓഫറാ. സാധാരണ അവരുടെ പേരിൽ വാങ്ങിയാലാണ് ആ ഓഫർ കിട്ടും എന്നൊക്കെ പറഞ്ഞു കളയും. കമ്പനി നോക്ക് കൊടുത്തത്, കാർ നോക്ക് കൊടുക്കില്ല. കമ്പനി ഭാര്യയുടെ പേരിലാണ്. അങ്ങനെ മെല്ലെ പറഞ്ഞാൽ മതി. കമ്പനി ഭാര്യ പേരിലാന്നുള്ളത് അതെനിക്കറിയാം.
അപ്പോ രണ്ടാമത് ഫിനാൻസ് ഓഫറാ അഷ്റഫ്ക്ക. അത് പൈസ കുറച്ചിട്ടുള്ള ഓഫറാ. 20% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഡിസ്കൗണ്ട് അല്ല, ഓഫർ കൊടുക്കുന്നു. ഈ ഓഫർ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആൾക്കാർ വിചാരിക്കും ഇപ്പൊ റേറ്റ് കുറഞ്ഞിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കുന്ന എപ്പോഴാ അറിയാം നിങ്ങൾക്ക്? നമ്മുടെ കേരളത്തില് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഓണക്കാലത്താണ്. ആളുകളുടെ വിചാരം ഓണത്തിന് എല്ലാ ആൾക്കാരും കൂടി നമ്മുടെ നാട്ടിലെ ഓണം ആഘോഷിക്കാൻ വേണ്ടി റേറ്റ് ഇട്ട് കുറച്ച് വെച്ചിട്ട് ഓഫർ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാർ. നിങ്ങൾ അതിനൊരു കാര്യം ചെയ്താൽ മതി. ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഓണം വരുന്നതിന് മുന്നേ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ, എസ്പെഷ്യലി നിങ്ങൾ TV അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഏപ്രിൽ ജൂൺ മാസത്തിലൊക്കെ പോവുക. ജൂണിലാണ് ഏറ്റവും നല്ല സമയം. നിങ്ങൾക്ക് എന്താണോ സെപ്റ്റംബറിൽ കിട്ടുക അതിലേക്കാട്ടും കുറവായിരിക്കും ജൂണിൽ ബേസിക്കലി. പക്ഷെ പറയുന്നത് എന്താണ്? ഓഫർ എപ്പോഴാണ്? സെപ്റ്റംബറിൽ. അതാണ് അവര് സെറ്റ് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഓഫർ. ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ഓഫർ. ക്ലിയർ ആയോ ശ്രദ്ധിക്കാം? അല്ലാണ്ട് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റും, ഒരു കസ്റ്റമർ വാങ്ങിയിട്ട് പിന്നെ എന്തിനാ ഡിസ്കൗണ്ട് കൊടുക്കണേന്ന് അല്ലേ? മലബാർ ഏരിയയിലും പ്രത്യേകിച്ച് മലപ്പുറം ഏരിയയിലൊക്കെ കണ്ടിട്ടില്ലേ ഡിസ്കൗണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓഫർ എന്തോ അബ്ബാസ് ഭായ് എന്തോ പറയാൻ വന്നു, പറഞ്ഞു. ലുലുമാളിലൊക്കെ ഇയർ എൻഡ് ഓഫർ ഉണ്ടല്ലോ, ജനുവരി 1 ഡിസംബർ ആദ്യം. അതെ. അപ്പൊ അവർ ഈ ബ്രാൻഡ് സാധനങ്ങൾക്കൊക്കെ 50% ഓഫർ ഉണ്ട്. അപ്പൊ എല്ലാരും ഓടി നിന്ന് മേടിക്കണം. ഞാനിപ്പോ 4 വർഷമായിട്ട് അത് കാണുമ്പോ ഇങ്ങനെ ഇയർ എൻഡ് ഓഫറിനെ ഞാനിങ്ങനെ ഇപ്പൊ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാൻ വേണ്ടി മേടിക്കണേ. അപ്പൊ അവരുടെ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓഗസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വിലയുടെ ഇപ്പൊ 3000 രൂപയുടെ ഷർട്ട് ആണെങ്കിൽ അന്ന് 1500 രൂപയ്ക്ക് തന്നെ കിട്ടണേ. അത് ലുലുമാളിന്റെ ആയിട്ടോ അത് പറഞ്ഞേ, നമ്മളിതായിട്ട് പറഞ്ഞല്ല. എല്ലാ ഓഫറുകളും അങ്ങനെ. അല്ലാണ്ട് ആരെങ്കിലും നഷ്ടത്തിന് കൊടുക്കും അപ്പൊ, അല്ലെങ്കിൽ ആ സാധനം ക്വാളിറ്റി കുറവായിരിക്കണം. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഒരു സാധനം യഥാർത്ഥത്തിൽ വിലക്കുറവിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അതിന്റെ ക്വാളിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ട്, ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് യഥാർത്ഥ പ്രൊഡക്റ്റ് ആയിരിക്കും, ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ ആയിരിക്കും, പക്കയായിരിക്കും. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. അപ്പൊ അഷ്റഫ് ഭായിയെ സംബന്ധിച്ചോളം ലാഭമില്ലാണ്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അഷ്റഫ് ഭായി നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് നടത്തില്ലല്ലോ, സ്വയം നന്നാവാനല്ലേ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിനല്ലേ നടക്കുന്നത്. ഇത് ബോധ്യം നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടുണ്ടായാൽ മതി. ഞാനിനി ഒരു കാര്യം പറയാം, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഇതിന്റെ ഭാഗമേ അല്ല, എന്നാലും ബിസിനസ്സുകാരോട് എനിക്കത് പറഞ്ഞേ മതിയാവും. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ കസ്റ്റമർ. നിങ്ങളുടെ സ്വഭാവം എന്താണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ കസ്റ്റമർ. നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ വന്ന് നിങ്ങളോട് ഡിസ്കൗണ്ട് ചോദിച്ചിരിക്കും. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് ഡിസ്കൗണ്ട് ചോദിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഡിസ്കൗണ്ട് ചോദിക്കാതിരിക്കുക. ഞാൻ എവിടെ പോയാലും ഡിസ്കൗണ്ട് ചോദിക്കില്ല. 1 രൂപ കുറയ്ക്കോ എന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ ഒറ്റ ചോദിക്കും, ഇത് റൈറ്റ് പ്രൈസ് അല്ലേ? അതെ, ഓക്കെ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് വന്ന് ചോദിക്കും. കാരണം എന്താ? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് പോകുന്ന സാധനം, അതുകൊണ്ട് കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ ചോദിക്കാനും പാടില്ല. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് തന്നെ എക്സാക്റ്റ് ആയിരിക്കും നിങ്ങളുടെ കസ്റ്റമറുടെ സ്വഭാവവും. അതായത് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയാണ്, നിങ്ങൾക്ക് വേണ്ട, ഉദാഹരണം ഞാനാണ് നിങ്ങളെ വിളിക്കുന്നത്, ഉദാഹരണം വെക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ബിസിനസ് ട്രെയിനറാണ്. ഞാൻ പറയാണ്, ഞാനൊരു ബിസിനസ് ട്രെയിനറാണ്. നിങ്ങൾ എന്നെ എൻക്വയറി ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, എന്താണ് സമാധാനം? ഞാനിപ്പോ തിരക്കില്ല, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സ്വഭാവം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് കാണിക്കും. വെറുതെ ഷോ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ 10 ഇരട്ടി ഷോ ഇറക്കും. ചില ആൾക്കാരുണ്ട് വെറുതെ ഷോ ഇറക്കും, അല്ലേ അബ്ബാസ് ഭായ്? വെറുതെ ഷോ ഇറക്കും. എന്തെങ്കിലും ഒരു കോള് വന്ന സമാധാനം ഉണ്ടാവില്ല, വെറുതെ അവന്റെ കാര്യത്തിനാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുക, പിന്നെ വിളിക്കാന്ന് പറയും. എന്താ അബ്ബാസ് ഭായ് പറയാനുള്ളത്? ശരിയാ.
ശരിയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറും അതേപോലെ നിങ്ങളുടെ അടുത്ത് ഷോ ഇറക്കും. നിങ്ങൾക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങളോട് കസ്റ്റമർ പറയുകയാണ് പിന്നെ വിളിക്ക് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ ഒരാളുടെ മുന്നിലും ഷോ ഇറക്കാൻ പോവാറില്ല. എന്റെ മുന്നിൽ ഷോ ഇറക്കിയാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആര് തന്നെ ആണെങ്കിലും അതെ, ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ പിന്നാലെ ബെഗ് ചെയ്തിട്ട് ഒരാളുടെ പിന്നാലെ ഞാൻ പോവില്ല. ഇനിയിപ്പോ എനിക്ക് പട്ടിണി നടക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ പോവില്ല. ഞാൻ ഒരാളെ മുന്നിൽ ഷോ ഇറക്കാൻ പോവാറില്ല. എന്നോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആൾക്കാർ വല്ലവരും ഉണ്ടോ? ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചവരുണ്ടോ? ഇപ്പൊ 2, 3, 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? എനിബഡി? യെസ്, കേരള സ്റ്റാർട്ടപ്പ്. ഇതാരാ പേര്? പറഞ്ഞോ, സംസാരിച്ചോ. ഞാൻ കാവ്യ. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനെ കാവ്യ എത്ര സമയം നമ്മൾ സംസാരിച്ചു? ഓൾമോസ്റ്റ് 1 മണിക്കൂർ 45 മിനിറ്റ് അല്ലേ? ശരിയാ, 45 മിനിറ്റ് സംസാരിച്ചു. ഞാൻ ഷോ ഇറക്കി തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഷോ ഇറക്കാറില്ല. എൻ്റെ അടുത്ത് കസ്റ്റമർ ഷോ ഇറക്കാറില്ല. ഷോ ഇറക്കുന്ന കസ്റ്റമറെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മളുടെ കസ്റ്റമർ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ചോദിക്കുന്ന കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഒരാളോട്, കമ്പനി, ഒരു ബിസിനസ്സുകാർ, ആരോടായിക്കോട്ടെ നിങ്ങൾ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, നിങ്ങൾ കാശ് കടം വെറുതെ ഒരാളെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വലിപ്പിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഒരാളെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിപ്പിച്ചുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ബോധ്യം വേണം. അതായത് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് സെയിൽസ് പ്രസന്റേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങളുടെ ബിസിനസ് കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സെയിൽസ് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ ഹാപ്പി ആവില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പലരും എൻ്റെ അടുത്ത് വരുന്നത്, എന്നേക്കാൾ ഫീസ് കുറഞ്ഞ ബിസിനസ് ട്രെയിനേഴ്സ് ഉണ്ട്, എന്നേക്കാൾ കഴിവുണ്ടെന്ന് കാണിക്കുന്ന ബിസിനസ് ട്രെയിനേഴ്സ് ഒരുപാട് പേരുണ്ട്. പലരും എൻ്റെ അടുത്ത് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ വിശ്വസിക്കുന്നതാട്ടോ. എനിക്ക് എൻ്റെ കണ്ണിന്റെ മുന്നിൽ ആഷ്ലി അശോകൻ വേറൊരാൾക്ക് 25,000 റുപ്യ കൊടുത്തതാ. ഞാൻ അന്നൊന്നും ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടിയില്ല. ആ ആഷ്ലി അശോകൻ ആ ആളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല എന്ന് എനിക്കറിയാം. ആരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ ആഷ്ലിയോട് പെരുമാറുന്ന രീതിയാണ്. ആഷ്ലിക്ക് എന്താണോ കംഫർട്ട് സോൺ, ആഷ്ലിക്ക് എന്താണോ വേണ്ടത്, അതാണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. അത് ഓരോരുത്തരോടും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് നാളെ നമുക്ക് തുടരാം. കാരണം സെയിൽസ് എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റാത്തത്ര സംസാരിക്കാനുണ്ട്. ഞാനിതിങ്ങനെ ക്ലാസ് കഴിയുമ്പോഴൊക്കെ ഞാൻ വേർത്തുണ്ട്. ഈ കൂടിയൊന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ വേർത്തിരിക്കണം ഓൾറെഡി. നല്ല തണുപ്പാണ് ബാംഗ്ലൂർ, പക്ഷെ ഞാൻ വേർതിരിക്കുന്നു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസ് ടോപ്പിക് അങ്ങനെയാണ്, നമുക്ക് ചോര തിളയ്ക്കും, ഒരു സംശയമില്ല. മാത്രമല്ല, ഒരു പുസ്തകവും ഒരു പേപ്പറും ഒരു സാധനവും നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിലും നമ്മൾ സംസാരിക്കും. ചോദിച്ചോ, കമോൺ, ചോദ്യങ്ങൾ വരട്ടെ, എന്നാലല്ലേ ഉത്തരങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. സാറേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്നലെ ഒരു ക്ലയന്റിനെ ക്ലോസ് ചെയ്തത് ഒരു റേറ്റ് പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ കൂടെ ഒരു ഓഫറും കൂടെ ഞാൻ കൊടുത്തു. സാർ പറഞ്ഞിട്ട് ഒരു ഓഫറും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോ അവര് ഹാപ്പി ആയി, പെട്ടെന്ന് തന്നെ ഒരു ക്ലോസ് ആയി. മാത്രം ഇങ്ങനെ സെയിൽ ക്ലോസ് ചെയ്യുന്ന കേൾക്കുമ്പോ എന്താ സന്തോഷം അറിയാം നമുക്ക്. നിങ്ങളുടെ ശരിക്കും അവര് തനതായ ശൈലിയില് മോനോട് ചോദിക്കട്ടെ, മോൻ യുകെയിലാണ്. അപ്പൊ ഞങ്ങളെ ഒരു മീറ്റിങ്ങിന് ടൈം തന്നത് നൈറ്റ് 9 മണിക്കാണ്. അപ്പൊ അവിടെ പോയിരുന്ന് സംസാരിക്കുന്ന ടൈമില് മോനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താല് ചെക്കൻ ഡ്യൂട്ടിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആൾ ഇറങ്ങിയിട്ടാണ് കിട്ടുള്ളൂ എന്ന് തോന്നണേന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും, അമ്മയും അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി, ഇത് നമ്മള് വിട്ടേച്ച് പോയി കഴിഞ്ഞാല് പിന്നെയും നീണ്ടുപോകും. പിന്നെ നമ്മൾ വൺ ടൈം കൂടെ ചെല്ലേണ്ട വരും. അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ആളുടെ ഫോൺ കണ്ടപ്പോ തന്നെ ആളെനിക്ക് ഫോൺ തന്നായിരുന്നു ചെക്കൻ്റെ നമ്പർ നോക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് തന്നെ പല ആൾക്കാരുടെയും കൊട്ടേഷനും കാര്യങ്ങളെല്ലാം കാണാം. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങള് ഇവരെ തന്നെ ക്ലോസ് ചെയ്തിട്ട് നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോ ഇവരുടെ അടുക്കെ ഒരു ഓഫറും കൂടെ കൂടുതൽ കിട്ടി വെച്ചു. പള്ളിയുടെ ഡെക്കറേഷൻ കൂടെ ഞങ്ങള് ചെയ്തേക്കാം, അത് ഇതിന്റെ അകത്ത് ഫ്രീ ആയിട്ട് തന്നെ
ചെയ്തേക്കാന്ന് പറഞ്ഞു. ഓഫറായിട്ട്, ഞങ്ങളുടെ ഒരു ഓഫറായിട്ട്, ഈ ക്രിസ്മസ് ഓഫറായിട്ട്. ഷാജി ബ്രോയ്ക്ക് അതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ അത് ചെയ്യുന്നതുകൊണ്ട്? പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. സംതിങ് ഫോർ നത്തിങ്. ഈ ക്ലോസിംഗ് മെത്തേഡിനെ പറയുന്ന പേരാണ് സംതിങ് ഫോർ നത്തിങ്. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് വലിയ നഷ്ടമൊന്നുമില്ല, എന്നാൽ നമ്മൾ ആ കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച മെത്തേഡാണ് സംതിങ് ഫോർ നത്തിങ്. ക്ലിയർ ആയി? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ചരിത്രം ചോദിക്കുകയാണ്. ഒരു 6 മാസം മുന്നേ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന ഷാജി ബ്രോ എന്ത് ചെയ്യുമായിരുന്നു? 6 മാസം വേണ്ട, ഈ 1 month വരെ മുന്നേ ഉള്ള ക്ലോസിംഗിൽ, ഈ കഴിഞ്ഞ ദിവസം വരെ സാറിന് കാണുന്നതിന് മുമ്പ് വരെയുള്ള ക്ലോസിംഗിലെല്ലാം ഇങ്ങനത്തെ അവര് എന്ത് നിയർ ബൈ അയലക്കത്തുള്ള പയ്യന്മാരുണ്ട്, അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ കൊണ്ടുപോയി തന്നെ നമ്മള് ഒരു റേറ്റ് കിട്ടുക അതിനകത്ത് ഇങ്ങനെ ബലം പിടിച്ചേക്കും, നമ്മുടെ അടുത്ത് വേണമെങ്കിൽ വരട്ടെ എന്നുള്ള രീതിക്ക് ഇരിക്കലായിരുന്നു നേരത്തെ പരിപാടി. അത് അവരാ വഴി പോവാറാണ് പതിവ്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ സെയിൽസ് പഠിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട്, മനസ്സിലാക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നു, നമ്മുടെ കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡിലും വ്യത്യാസം വന്നു. ശരിയല്ലേ? ഞങ്ങൾ ഇന്നലെ പോകുന്നത് ആ സെയിൽ ക്ലോസ് ചെയ്യും എന്ന് തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാ പോയേ. അതാണ് നമ്മുടെ ലക്ഷ്യങ്ങളാണ് നമ്മള്. അത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇന്നലെ ഞാനൊരു ഒരു പോസ്റ്റ് കണ്ടു. എനിക്ക് എന്റെ ഭാര്യ ഇങ്ങനെയാവണമെന്ന് കരുതിയിട്ട് ഒരാൾ ചിത്രം വരച്ചു. എന്റെ ഭാര്യ ഇങ്ങനെയാവണമെന്ന് കരുതിയിട്ട് ഒരു ചിത്രം വരച്ചു. അതേപോലത്തെ ഭാര്യയെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടു. ഒരു പോസ്റ്റായിരുന്നു. എനിക്ക് കേരളത്തിലൊന്നല്ല, കേരളത്തിനോ ഇന്ത്യക്ക് പുറത്തെവിടെയാണ്. പക്ഷേ അങ്ങനെയാണ്. നമ്മൾ എന്താണോ എക്സാക്ട്ലി വേണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നത്, എൻ്റെ വിഷൻ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ 29-ാം തീയതി ഗോൾ സെറ്റിങ്ങിന്റെ സെഷൻ നമ്മൾ വെക്കുന്നത് എന്തിനാന്ന് കരുതി കഴിഞ്ഞാൽ, അടുത്ത വർഷം ഇങ്ങനെയാവണം എന്നുള്ളത് നമ്മൾ ഈ വർഷം തന്നെ അവസാനത്തിൽ എഴുതി വെക്കുകയാണ്. പൈസ ചെലവുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുകയാണ്. ഡൗട്ട് ചെയ്താ പോയി. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ സ്ത്രീകളോടാണ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എപ്പോ തോന്നി തുടങ്ങിയോ അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. എന്നെ വിട്ട് ഒരാൾക്ക് പോവാൻ സാധിക്കില്ല, എൻ്റെ പാർട്ട്ണർക്ക് എന്നെ വിട്ടു പോവാൻ സാധിക്കില്ല, അവന് എന്നോട് അല്ലെങ്കിൽ അവൾക്ക് എന്നോട് മാത്രമേയാണ്, എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു തരത്തിൽ അയാൾ വിട്ടു പോവില്ല. ഇത് നമ്മുടെ മനസ്സിന്റെ വിശ്വാസമാണ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ എപ്പോഴും കാണിക്കുന്നത്, പുതിയ ആൾക്കാരോട് കാണിക്കുക, ഞാൻ എൻ്റെ എല്ലാ ഫോണിലും അല്ലെങ്കിൽ എൻ്റെ ഇതിലെല്ലാം കിടക്കുന്നത് വിഷൻ ബോർഡാണ്. എൻ്റെ ഫോണിൽ, എൻ്റെ ഐപാഡിൽ, എൻ്റെ ലാപ്ടോപ്പിൽ, 2 ഫോണിലും എല്ലാം ഒരൊറ്റ ലക്ഷ്യമാണ്. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഉറച്ചു വിശ്വസിക്കുക, നടക്കും. എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും പേടി വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇനി ഇതില് നമുക്ക് ഡൗട്ടും ടെൻഷൻസും പ്രഷറും പ്രോബ്ലംസും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? പഠിക്കുക അതിനെ കുറിച്ചിട്ട്. ഇപ്പോ ഷാജി ബ്രോ എടുത്ത ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഷാജി ബ്രോയെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ടിനാണ് നമ്മുടെ സെയിൽസ് പഠിക്കാൻ തുടങ്ങിയത് അദ്ദേഹം. ആ സെയിൽസ് പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ബിസിനസ്, സെയിൽസ് പഠിക്കണം. നാളെ നമ്മൾ അതിനെക്കുറിച്ചാണ് കൂടെ സംസാരിക്കാൻ പോകുന്നത്. സെയിൽസ് പഠിക്കണം. എന്തിന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, മോർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ സ്ഥിരം പടയാളികളെ നമ്മൾ സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ പുതിയ ആൾക്കാരൊക്കെ അവസരം കൊടുക്കണമെന്ന് കരുതിയിട്ടാണ്. വിജയേട്ടനൊക്കെ അവിടെ ഇങ്ങനെ ചുരികയും വാളും ചുരികയൊക്കെ എടുത്തിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. വെറുതെ പുറത്തേക്ക് ഇറക്കിപ്പിക്കരുത്. ഇന്ന് ആരും സംസാരിച്ചില്ലല്ലോ. വിജയേട്ടൻ ചിത്രം വരയ്ക്കും, പലതും വരയ്ക്കും. നിങ്ങളിങ്ങനെ അത് പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ടിരുന്നു. അവസാനം കണ്ടോ, അടുത്ത തവണ ടാർഗറ്റ് അടിക്കാൻ പോണത് വിജയേട്ടനായിരിക്കും. നിങ്ങൾ പറഞ്ഞ് തമാശക്ക് പറഞ്ഞിട്ട് അയാൾ സ്കൂട്ടിയിലല്ലേ പോകുന്നത്, അയാൾക്ക് ഒരു BMW കാർ വാങ്ങിക്കൊടുത്ത് അയാൾ മാറുന്നൊക്കെ പറഞ്ഞ അവസാനം BMW കാറിൽ വരും. അപ്പോ രാമേന്ദ്രേട്ടൻ ഇങ്ങനത്തെ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോടക്ക എന്ന് പറയും. വെറുതെ അതിനുള്ള ഇടവരുത്തണ്ട. എന്ത് ചെയ്താലും പകുതി ഇറക്കി കിട്ടൂലേ?
അത് മറ്റേ ജിമിക്കിയിൽ മാത്രമേ കിട്ടുള്ളൂ, മറ്റേ ഫർണിഷിങ്ങിൽ കിട്ടില്ല. അത് ഓർത്തോ, അത് അത് സ്വന്തം മുതലാ. വിജയേട്ടാ 29 ഡിസംബർ ഈ മാസം 29 കൊച്ചിയിൽ വെച്ച് കാണണം. രാമേന്ദ്രേട്ടൻ വരണ്ടോ ഇല്ലെന്ന് നോക്കണ്ട കേട്ടോ. പറയും. ബാക്കി എന്താ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ? എനിബഡി? പുതിയ ആൾക്കാർ? അപ്പൊ നമ്മൾ 6ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെയായിരുന്നു നമ്മൾ നമ്മുടെ ഈ നെക്സ്റ്റ് ലെവൽ ബിസ് എന്ന് പറയുന്ന ഈ പ്രത്യേക സെഷൻ, അതായത് ബിസ്റ്റോക്സിലെ പ്രത്യേക സെഷൻ നമ്മൾ വെച്ചിരുന്നത്. നമ്മൾ ആക്ച്വലി ഏകദേശം എത്ര ദിവസമായിട്ടുണ്ടാവും രാമേന്ദ്രേട്ടാ? നമ്മളിപ്പോ 110 ദിവസം അല്ലേ? 100-110 ദിവസത്തിനടുത്തായി നമ്മൾ തുടങ്ങിയിട്ട് ഈ പ്രോഗ്രാം. എന്താണ് രാമേന്ദ്രേട്ടനും ഷാജി ബ്രോ ഒക്കെ കോൺഫിഡന്റോടെ സംസാരിക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രാവിലെ 6 മണിക്ക് ഇതൊരു ശീലമായി മാറി. പഠിക്കുന്നു, പ്രവർത്തിക്കുന്നു, പഠിക്കുന്നു, പ്രവർത്തിക്കുന്നു. ക്ലിയർ? അപ്പോ പഠിക്കാം. ധൈര്യം ഒരു പ്രധാന ഘടകമാണ്. ഞാൻ ഇന്നലെ വളാഞ്ചേരിയെ പറ്റി ചോദിച്ചിട്ടേ, വളാഞ്ചേരി അങ്ങനെ ഈ വളാഞ്ചേരിയിലെ ആൾ ഇന്ന് രാത്രി പുലർച്ചക്ക് 2 മണിക്ക് കണക്ക് സാധനം എടുത്തിട്ട് അടന്നു വിട്ടു. ഞാൻ അത് ചാറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായി, ഞാൻ കഴിഞ്ഞ 24 ജനുവരി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ബിസിനസ് ചെയ്യാൻ ധൈര്യം ഉണ്ടായില്ല. ഇപ്പോൾ അത് വീണ്ടും അയാളുടെ തന്നെ എത്തിയത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് മനസ്സിലായത്. ഒരു ധൈര്യം വരുമ്പോഴത്തേക്ക് അത് ഈ ക്ലാസ് ഏറ്റവും വലിയ ധൈര്യം വരുന്ന ആൾ ഇവിടെ നമ്മുടെ ഇതിലിരിക്കുന്നു, സിന്ധുലത. കണ്ടോ? അടുത്തൊരു വർഷം സിന്ധുലതയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സിന്ധുലത മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പലരും, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, ഒന്ന് ഇറങ്ങാനൊരു മടിയാണ്. മടി എന്നുള്ളതല്ല, സമൂഹത്തിനെ പേടിക്കുന്നു. ആണുങ്ങൾക്കുണ്ട്, സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ. ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈസ ഉണ്ടാക്കാൻ സാധിക്കുമോ? എൻ്റെ EMIs ഉണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട് ഒക്കെ പറഞ്ഞിട്ട് അത് കിട്ടുമോ എന്നുള്ളതാണ്. EMI എത്ര ഉണ്ടാവും? ഒരു 3000 രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ 2000 രൂപ ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഇപ്പോൾ ഒരു മാസം EMI എടുത്തിട്ട് ഇതിനെ കുറിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. എനിക്കൊരു മാസം സാറേ ഒരു 15,000 രൂപ വേണം. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നതൊക്കെ പറയുന്നുണ്ട്. 15,000 രൂപയ്ക്ക് നിങ്ങളുടെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 15,000 രൂപ ശമ്പളം തരുന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ആ കമ്പനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 15,000 തരുന്നത്. ഇത് ഓർത്താ മതി. എന്തോ വിപിൻ എന്തോ അൺമ്യൂട്ട് ചെയ്ത് വന്നു. എന്താ മോനെ? പറ മോനെ. പറ. അത് പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതാണ് അത് സത്യമായിട്ട് ഒരു കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കി കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുള്ളതാണ്. ഇതൊക്കെ എന്നോട് തന്നെ പറയാനുള്ളത്, നിന്നോട് തന്നെ പറയാനുള്ളത്. ഈ ചെറിയ കാശിന്റെ കാര്യം പറഞ്ഞിട്ട് എവിടെയെങ്കിലും ബ്ലോക്കായിട്ട് നിൽക്കുന്നതിന് പകരം അതുകൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്റെ അനുഭവങ്ങളാണ് എന്റെ ക്ലാസ്സുകൾ എന്ന് പറയില്ലേ. ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്ന സാധനത്തിൽ കുടുങ്ങിയാൽ അത് പട്ടിക്കൂട്ടിൽ കയറിയ പട്ടിയുടെ അവസ്ഥയെ അതിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തിരിക്കുന്ന ആൾക്കാർ വിചാരിക്കണം. ഞാൻ പറയുന്നു, ഞാൻ ആ കൂടെ അഴിച്ചു തരാൻ തയ്യാറാണ്, ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണ്. പട്ടി വിചാരിക്കുകയാണ് ഞാൻ ഇറങ്ങണില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങി മറ്റേ ആ പൂട്ട് തുറന്നു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പുറത്തേക്ക് വാ. ഞാൻ എപ്പോഴും പറയുന്നു, ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവരോടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഇത്ര ഒരു എക്സ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 10x ഉണ്ടാക്കാൻ ആക്ച്വലി നിങ്ങൾ പറ്റും. അത് ഉണ്ടാക്കാൻ എന്താന്നുള്ളത് വഴി അറിയത്തില്ലെങ്കിൽ അതിന് വാ, ഞാൻ പറഞ്ഞുതരാം. നീ വരണം. ഇതിനത് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണം. എനിക്ക് ചെറിയ പണി തരാണ്ട്. എനിക്ക് കാശ് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പില് ഇപ്പൊ എല്ലാവരും ബിസിനസ് ഒന്ന് ഷെയർ ചെയ്താൽ എല്ലാവരും ഒന്ന് ഇൻട്രോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എന്റെ ഷാജി ബ്രോ, ഇവർക്കൊക്കെ മടിയാന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പില് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുപോലും ടൈപ്പ് ചെയ്യാൻ വയ്യ. എന്നിട്ട് ഇവര് പറയാണ് ഞങ്ങൾ ബിസിനസ്സിൽ മറ്റേ മല മറയ്ക്കുന്നു. നിങ്ങൾക്ക് ഒരു കുന്ന് മറക്കാൻ പറ്റൂല, ഒരു ചെറിയ മറ്റേ മണ്ണുകൂടെ മറക്കാൻ പറ്റൂല, പിന്നെ ഇപ്പൊ മല മറയ്ക്കുന്നത്. ഒരു 3 പേര് ആ ഇൻഡസ്ട്രി എന്താ ഞാൻ ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് രസാ അത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആരോപത്തിലുണ്ടോ എനിക്കറിയില്ല, റെന്റ് എ കാർ ഞാൻ കണ്ടു. ഞാൻ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ ചിലപ്പോൾ അനിയന്റെ കാറ് വേണം. ഷാജി ബ്രോയ്ക്ക് അറിയാലോ, എന്റെ അനിയന്റെ കാറ് ഞാൻ ഉപയോഗിക്കണം. അവൻ തിരക്കിലാണെങ്കിൽ അല്ലെങ്കിൽ അവന്റെ വൈഫ് തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കാർ എടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു കാറ് വേണം എറണാകുളത്ത്.
എറണാകുളത്ത് കാറ് വരുമ്പോൾ എനിക്ക് റെന്റേ കാറിന്റെ ആളെ കണക്ട് ചെയ്താൽ പോരെ, ബായ് എനിക്ക് 2 ദിവസത്തേക്ക് കാറ് വേണം എന്ന് പറഞ്ഞൊരു കോൾ ചെയ്താൽ പോരെ. മറ്റേത് ഞാൻ ഇന്റർനെറ്റിൽ ഇരുന്നിട്ട് സെർച്ച് ചെയ്യണം, എന്നിട്ട് ഇന്നലത്തെ മറ്റേ കളർ കോഡ് പ്രശ്നം പോലെ ഇത് കള്ളത്തരത്തിലാണോ, കള്ള ടാക്സി ആണോ, കള്ള റെന്റ് ആണോ ഒന്നും അറിയില്ലല്ലോ. നമ്മൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവണം, അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇത് റെന്റേ കാറ് കൊടുക്കുന്ന ആള് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളാണ് പക്ക. ഈ വീട് പുതിയ വീട് ഉണ്ടാക്കുകയാണ്, കിണർ കുത്തണം, അതിൽ റിങ് ഇറക്കണം, ഇതേ രാജേഷ് ഭായ് ഇരിക്കണം. കേരളം മുഴുവൻ ചെയ്തിട്ടുണ്ട് രാജേഷ് ഭായ് ഇതൊന്ന് ചെയ്തു തരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കാലോ. ഒരു ഈവന്റ് നടത്തണം, ഷാജി ബ്രോയ്ക്ക് പറ്റില്ലെന്ന് തന്നെ വെച്ചോ, വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജി ബ്രോ പറയില്ലേ അത് ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങളുടെ ബഡ്ജറ്റ് എന്റെ ബഡ്ജറ്റിൽ നോക്കില്ലെങ്കിലും നിങ്ങൾ ഇന്ന ആളെ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറയും എന്ന് പറഞ്ഞു കൊടുക്കില്ലേ. ഇതൊരു നെറ്റ്വർക്കിംഗ് ആണ് ബേസിക്കലി. ഈ നെറ്റ്വർക്കിംഗിലുള്ള ഏറ്റവും വലിയ ഗുണം സജഷൻസ് എന്തോരം വരും. എനിക്ക് കണ്ണൂരിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ രാമേന്ദ്രേട്ടനെ വിളിച്ചിട്ട് രാമേന്ദ്രേട്ട കണ്ണൂരിൽ എനിക്കൊരു കാര്യമുണ്ട്, രാമേന്ദ്രേട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ രാമേന്ദ്രേട്ട എനിക്ക് വേണ്ടി ഇറങ്ങും, ഉറപ്പ്. പട്ടാമ്പി വഴി പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും സുരേഷ് ഏട്ടന്റെ ബേക്കറിയിൽ കയറാൻ നോക്കും. ഇതൊക്കെ സംഭവിക്കുന്നല്ലേ. ഇതൊന്നും ചെയ്യാൻ പേരിടില്ല, ഫോൺ നമ്പർ ഇടാൻ പറ്റില്ല, ഒന്നും. അത് എന്തത്ര ബുദ്ധിമുട്ടുന്നേ? വാട്ട്സ് എ പ്രോബ്ലം യാർ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ എന്റെ പറ്റത്തില്ല, ഞാനൊരു സ്ത്രീയാണ്, എന്റെ നമ്പറിലേക്ക് ആളുകളെ ബുദ്ധിമുട്ടിക്കും, ഒരു കാര്യമില്ല. അതൊക്കെ ഡാറ്റ മിസ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഗ്രൂപ്പിലൂടെ വേണമെന്നൊന്നുമില്ല, ഉണ്ടോ? ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എന്താണ് ബിസിനസ് എന്ന് ഇടും. നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ കിട്ടില്ലെങ്കിൽ വേണ്ടന്നേ. എന്താ പ്രശ്നം? അബ്ബാസ് ഭായ്, സുനിൽ ഭായ് എനിക്കൊരു ഓഫർ വെച്ചിട്ടുണ്ട്, തൊടുപുഴയിൽ നിങ്ങൾ ബിസിനസ്സുകാരുടെ ഒരു മീറ്റപ്പ് വിളിക്കുന്നുള്ളത്, ചെയ്യോ? ഒന്ന് ഒരു ഡിസംബർ ലാസ്റ്റിൽ എപ്പോഴേലും ഒരു പരിപാടി വെക്കുന്നേ, നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള തൊടുപുഴക്കാരെ ശക്തി ഒന്ന് കാണട്ടെ. ഹാജി ബ്രോ ഉണ്ട്, അബ്ബാസ് ഭായ് ഉണ്ട്, പിന്നെ ആരൊക്കെ ഉള്ളത്? സിറാജ് ഉണ്ട്, എന്റെ സാക്കിർജി അവിടെ ഉണ്ട്. സാക്കിർ ഇതിലില്ല ഉണ്ടെന്ന് രണ്ടുപേരെ വെച്ചെങ്കിലേ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു ട്രെയിനറെ കാണിച്ചതാ, ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ കാണിച്ചതാ ഇതുപോലെ ഫ്രീ പ്രോഗ്രാം കൊടുക്കുന്നത്. വേറെ ഒന്നും പറയില്ല. ഇന്നലെ എന്നോട് ഫാറൂഖ് ജി വിളിച്ചിട്ടാ പറഞ്ഞത്, നിങ്ങൾ ഭയങ്കര സർവീസാ ചെയ്യണ മനുഷ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാളെങ്കിലും ഒരു പോയിന്റിലെങ്കിലും രക്ഷപ്പെട്ടാ ഞാൻ. ഈ നാടിനെ വളർത്താൻ ഒരൊറ്റ കാര്യത്തിനെ പറ്റുള്ളൂ, അത് ബിസിനസ്സിനാണ്. സീരിയസ്ലി നിങ്ങൾ വിചാരിക്കണേ എനിക്ക് കാശുണ്ടാക്കാനാണ് ബിസിനസ് നടത്തുന്നത്, മാത്രമല്ല അവനവന് മാത്രമല്ല, നാട് നന്നാവും. നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾക്കൊരു 4 or 5 സ്റ്റാഫിനെ എടുക്കേണ്ടി വരും, അവരുടെ കുടുംബം നന്നാവും. ഇതൊക്കെ വളരെ വലിയ സംഭവമാണ്. അതൊന്ന് ബോധ്യപ്പെടണം എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. പറയും. ഞാൻ വേറൊരു സന്തോഷം കൂടെ പറയാണ്. ഇടയ്ക്ക് കുറെ ദിവസവും ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അന്നേരമാണ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഷാജി ബ്രോ നീ ക്യാമറ ഓഫ് ചെയ്ത് വെക്കണൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ പല പരിപാടികൾക്കും പോകുന്നുണ്ട്, അത് അറിയാതെയും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഞാന് ഈ ക്യാമറ ഓൺ ആക്കി വെച്ച് പുസ്തകവും ബുക്കും ഫ്രണ്ടിൽ വെച്ച് അതിൽ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് പക്കായിട്ട് കിട്ടി തുടങ്ങി. ഇത് എന്റെ കോൺസെൻട്രേഷൻ വേറെ ഒരു ഭാഗത്തേക്കും പോകുന്നില്ല. ഒരു കാര്യം എന്തിനാ സ്പോട്ട് ലൈറ്റ് ചെയ്തെന്ന് അറിയോ? ഞാനിപ്പോ എന്ത് ചന്ത അറിയോ കാണാൻ ഇവിടുന്ന്? എന്ത് ചന്ത അറിയോ കാണാൻ? ഞങ്ങളെ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും താങ്കളെ മാത്രമേ കാണുന്നുള്ളത്. അതന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് സ്റ്റാർട്ടപ്പ് മിഷൻ? സ്റ്റാർട്ടപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? കേരള സ്റ്റാർട്ടപ്പ് ബിസിനസ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല, വി ആർ പ്ലാനിങ്. ഓക്കെ, കാവ്യ. ഓക്കെ, കാവ്യ 25-ാം തീയതിക്ക് ഒന്ന് മാറ്റി വെക്കരുത്, പ്രോക്രാസിനേഷൻ ആണ്. ഇന്ന് എന്ത് തുടങ്ങി എന്നുള്ളതാണ്. അല്ല, 25-ാം തീയതിക്കല്ല ഞാൻ പറഞ്ഞത്, ജനുവരി 2025 എനിക്ക് തുടങ്ങാനാണ് ആഗ്രഹം എന്നാ പറഞ്ഞത്. ഇന്ന് തുടങ്ങണം. ജനുവരിക്കൊന്നും അങ്ങനെ ജനുവരി നല്ല 1-ാം തീയതി നല്ല ദിവസമൊന്നുമില്ല. നമ്മൾ അതിലേക്കുള്ള എന്തെങ്കിലും സ്റ്റെപ്പുകൾ ഇന്ന് തുടങ്ങണം. അന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ വിശ്വസിച്ചിരിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നോ പ്രോബ്ലം. ശരിക്കും എന്നാ പരിപാടി എന്നാ മനസ്സിലായിട്ടോ? അവർ പ്ലാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് സ്റ്റോറീസ് പ്രസന്റ് ചെയ്യുക. ബിസിനസ് സ്റ്റോറീസ് പ്രസന്റ് ചെയ്തിട്ട് ബിസിനസ്സുകാരുടെ സ്റ്റോറീസ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബിസിനസ്സുകാരൻ അവന്റെ കസ്റ്റമറെ സ്പാർക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വേറെ ലെവലിൽ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിലൂടെ കസ്റ്റമർക്ക്
നല്ല രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മളടുത്തേക്കും വരും അല്ലേ? വേണേ നമുക്ക് നടത്താന്നേ, രാമേന്ദ്രേട്ടൻ ഒരു കോട്ട കെട്ടിട്ട് നിൽക്കണ സീനൊന്ന് ആലോചിച്ച് നോക്കണം. സോഡ പൊട്ടിക്കുന്നു, സോഡ പൊട്ടിക്കുന്നു, സോഡ പൊട്ടിക്കല് മാത്രം അതിന്റെ ക്ലോസപ്പ് അതൊരു പോയിന്റ് അല്ലേ മനുഷ്യ, വിഷ്വലൈസ് ചെയ്ത് പോയി ഞാനത്. അത് വിഷ്വലൈസ് ചെയ്ത് പോയി, രാമേന്ദ്രേട്ടൻ സോഡ പൊട്ടിക്കുന്നത്. സെറ്റല്ലേ അപ്പോ? ഓക്കെ, 7:15 വിജയന്റെ സമയം. ഓക്കെ, വിജയേട്ടന്റെ സമയം. ഈ പറയുന്ന ആള് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, 2.5 മണിക്കൂർ, 8.5 മണി കഴിഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. എന്നിട്ട് പറയാ കഴിഞ്ഞ ദിവസം 7:15 നിർത്തണം, എന്നാലേ ആൾക്കാരുണ്ടാവുള്ളൂ. വിജയേട്ടന്റെ അവസരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ തെറ്റ് ചെയ്യും, മറ്റുള്ളവര് ചെയ്യരുത് എന്നൊക്കെ. ചില രാഷ്ട്രീയക്കാര് പറഞ്ഞ പോലെ. ഈ വിജയേട്ടൻ തിരുവല്ലാമലയ്ക്ക് പോയതിനു ശേഷം ഇച്ചിരി സംസാരം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരുവല്ലാമലയ്ക്കല്ല, ശബരിമലയ്ക്ക്. ശബരിമലയ്ക്ക് അല്ല, തിരുവല്ലാമലയ്ക്കല്ല അടിക്കുന്നത്. ആണോ? അത് അറിഞ്ഞില്ല. തിരുവല്ലാമല നമ്മുടെ നാട്ടിലോ? തമിഴ്നാട്, തിരുവണ്ണാമല. എന്തേലും കണ്ട് പേടിച്ചിട്ടുണ്ടാവും. ഇല്ല, നമ്മൾ ആ സംശയം പറഞ്ഞത് അന്ന് മറ്റേ ആ ഗോഡ് ഫാദർ സിനിമയിൽ ഇന്നസെന്റ് ഇങ്ങനെ തിരുവല്ലാമലയ്ക്ക് പോകുന്നുണ്ടല്ലോ. അത് തിരുവില്ലാമല ഞങ്ങളുടെ നാട്ടില്. രണ്ടും തിരുവണ്ണാമല മലയാണ്. അല്ല, വിജയേട്ടൻ അങ്ങനെ മാസം പോവാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേണേ തെളിയിക്കാം. വിളിക്കണോ? ചേച്ചി അപ്പുറത്തുണ്ടാവും. വിജയേട്ടൻ, രാമേന്ദ്രൻ, നിങ്ങളൊക്കെ ഇതിനകത്തെ ആക്റ്റീവായിട്ട് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. അതാണ്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്നാ കുത്തും, അത് ഭയങ്കര രസമാണ്. നമുക്കൊരു കണ്ണൂർ ട്രിപ്പ് ഇടണം ഷാജി ബ്രോ. നമുക്ക് പോയേക്കാം, ഒരു ദിവസം പോണം. ഒരു ദിവസം കണ്ണൂരേക്ക് പോവാം. നമുക്ക് കണ്ണൂർ ഇപ്പൊ നമുക്ക് പിന്നെ ആരാ ഉള്ളത്? അത് നമ്മുടെ അവനടക്കം ഉണ്ട്, മനസ്സിലായി. പ്രോസസ് ചിന്തുലത എനിക്ക് ആ ഏരിയയുടെ വീഡിയോ കിട്ടി തന്നിട്ടുണ്ട്, അവർ താമസിക്കുന്നത്. ഞാന് ഈ ആ ഭാഗം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന വേറൊരാളില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റേ സിനിമാക്കാര് മുഴുവൻ ആ ഏരിയയില, വടക്കാഞ്ചേരി, ഒറ്റപ്പാലം. എന്റെ നാട്ടിലും സിന്ധുലതയുടെ നാട്ടിലാണ് മൊത്തത്തില്. കാരണം എല്ലാം മറ്റേ കുഗ്രാമാണ്, അതുകൊണ്ടാ. അപ്പൊ എന്നാ ശരി, അപ്പൊ കാണാം. ബാക്കിയൊന്നുമില്ല, ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. അബ്ബാസ് ഭായ്, ഇന്നും JCBക്ക് പണിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും പണി ഉണ്ടാവട്ടെ. ഒരു കളി കിട്ടി അതിന്റെ ഇടയ്ക്ക്. എന്ത് പറ്റി? ഒരു കസ്റ്റമറെ കാണാൻ പോയില്ല. കസ്റ്റമറെ കൺവീനിയൻസ് ചെയ്ത ആള് പറഞ്ഞ അവിടെ റേറ്റ് ഇത്ര രൂപ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞേ. JCBയുടെ അല്ല, ഇങ്ങനെ എർത്ത് ഫില്ലിംഗ് ആയിരുന്നു. അപ്പൊ റേറ്റ് കുറവായിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞ ആള് പറഞ്ഞേ. അപ്പൊ പിന്നെ നമുക്ക് മെച്ചമില്ലാത്ത പോട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ വില കുറവാന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പൊ പിന്നെ ഞാൻ പോയില്ല. പിന്നെ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ ഇന്നലെ സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കി. ഒരാഴ്ച മുന്നേ നടന്ന സംഭവം. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചേക്കാനും കൂടുതലുള്ള റേറ്റിനാണ് അവർ കൊടുത്തത്. അവർ കസ്റ്റമറെ കാണാൻ പോവാത്തതിന്റെ ഇത് കിട്ടി. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് വേർഡ് ഓഫ് ദ ഡേ, നിങ്ങൾ സെയിൽസിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇതുപോലെ കയ്യിലിരിക്കുന്നവർ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇന്ന് ലിസ്റ്റ് എടുത്തോ, ഇന്ന് പണി തുടങ്ങിക്കോ. അല്ല, ഞാൻ തുടങ്ങി മാറാൻ വേണ്ടിയല്ല ഇന്നലെ ഞാൻ വിളിച്ചത്. ഇന്നലെ വിളിച്ചപ്പോ അത് പോവാത്തതുകൊണ്ട് നമ്മൾ അപ്പൊ ഇനി ഒന്ന് പറ്റി അടുത്തത് പറ്റരുത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്നാ ഗുഡ് മോർണിംഗ്, ബൈ.